സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ധാരാളം സജ്ജനങ്ങൾ നിറഞ്ഞതായിട്ടുള്ള ഈ ദിവ്യരംഗത്തിൽ മഹാഗണപതിയുടെ ഉണ്ണിക്കണ്ണൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് സ്മരിക്കേണ്ടതായിട്ടുള്ള വിഷയം വൃത്രാസുരൻ. ഷഷ്ഠസ്കന്ധത്തിലാണ് വൃത്രാസുരൻ്റെ കഥ. ആദ്യം അജാമിളൻ്റെ കഥ പറയണു, പിന്നെ ദക്ഷൻ്റെ കഥ പറയണു, ദേവേന്ദ്രൻ്റെ കഥ, വൃത്രാസുരൻ, അത് കഴിഞ്ഞാൽ ചിത്രകേതു, പിന്നെ ദിതി. ഇങ്ങനെ കുറച്ച് കുറച്ച് കഥകളെയാണ് ഷഷ്ഠസ്കന്ധത്തിൽ പറയണത്. അതിൽ വിഷയം പോഷണം എന്നുള്ളതാണ് വിഷയം ഷഷ്ഠസ്കന്ധത്തിൻ്റെ. ആ വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഓരോ കഥകളിൽ കൂടിയിട്ട് നമുക്ക് അതിൻ്റെ അർത്ഥം വ്യക്തമാക്കി തരുന്നത് ഗുരുനാഥന്മാർ. ഇപ്പം സ്ഥാനം, പഞ്ചമസ്കന്ധം കൊണ്ട് ഭഗവാൻ സൃഷ്ടിച്ചതായ ആ ജീവജാലങ്ങളെ എങ്ങനെ എവിടെ വളർത്തുന്നു, എവിടെയാ ഭഗവാൻ എല്ലാവരെയും പല തരത്തിലുള്ള സൃഷ്ടിയുടെ വൈഭവം ഇപ്പോൾ പഞ്ചമസ്കന്ധത്തിൽ ആദ്യം മുതലേ പറയുന്നുണ്ട്. അവരെയൊക്കെ എങ്ങനെ എവിടെ വളർത്തുന്നു എന്നുള്ളതൊരു ചോദ്യമാണ് മഹർഷിമാരുടെ. അതാണ് വ്യക്തമാക്കിയത്. ആരും തമ്മിലല്ലാണ്ട് സുഖമായിട്ടും സമാധാനമായിട്ടും ജീവിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഭഗവാൻ ചെയ്തതിൻ്റെ ശേഷമേ സൃഷ്ടി ആരംഭിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നു. നമ്മൾ വെറുതെ പരിഭ്രമിക്കണത്. ഇപ്പം ഇന്നലെ മോചിത പറയണ കേട്ടില്ലേ? അപ്പോൾ ഭഗവാൻ നമുക്ക് വേണ്ട ഓരോരുത്തരുടെയും വഴി വളരെ ഗംഭീരമായിട്ട് തീരുമാനിച്ചിട്ടാണ് അവരെ ഇങ്ങോട്ട് ഇറക്കി വിടണത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ. എന്താ? കാരുണ്യമൂർത്തിയായിട്ടുള്ള ഭഗവാനെ സേവിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ എന്ന് ഇതവിടെ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴെങ്കിലും ഒരു ലേശം ഭഗവാനെ സേവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന്റെ ആ നീല ഡയറിയിൽ കുറിച്ചിടും. ഭഗവാൻ മറക്കില്ല. നമ്മൾ ഭഗവാനെ മറന്നാലും ഭഗവാൻ നമ്മളെ മറക്കില്ല. അതാണ് ഭഗവാന്റെ കാരുണ്യം. എല്ലാ കഥകളിൽ കൂടിയിട്ടും അതാണ് കാണിക്കണത്. നമ്മളാണ് ഭഗവാന്റെ കാരുണ്യത്തെ പറ്റിയിട്ട്, ഭഗവാനെ പറ്റിയിട്ട് മറക്കണത്. ഭഗവാൻ നമ്മളെ മറക്കണില്ല എന്നുള്ളതാണ് അത്ഭുതം, ആശ്ചര്യം. അതാണ് പറയണത്. ഒരു നാളര നാഴിക ചിന്ത ചെയ്വോ കരുണാവാരിധി ഇന്ദിരാമണാളം അതു താൻ പുനരൻപതൊൻപതും മറ്റരയും കൂടി വിശുദ്ധമാക്കുമല്ലോ. പണ്ടൊക്കെ കാരണവന്മാർ സന്ധ്യയാ പറയും, സന്ധ്യയായി കാലും മുഖം കഴുകി നാമം ജപിക്കുക എന്ന് പറയും കുട്ടികളോട്. എന്താ അത്? അത്രേ വേണ്ടൂ. ഒരു നാളര നാഴിക കുറച്ചേ നമ്മൾ ഭഗവാനെ സേവിക്കണ്ടു. അത് ശീലിച്ചാൽ കുട്ടിക്കാലത്ത് തന്നെ ആ വിത്ത് കുത്തിയിട്ടാൽ പിന്നെ അത് പൂവില്ല എന്നാണ്. അത് സന്ദർഭോചിതം മുളച്ച് പടർന്ന് പന്തലിച്ച് അതിൻ്റെ ഫലങ്ങൾ ധാരാളം നമുക്ക് തന്നുകൊണ്ടേയിരിക്കും എന്നാണ് ഓരോ കഥകളിൽ കൂടിയിട്ട്. ഭരതൻ്റെ കഥയിൽ ഇനിയിപ്പോൾ അത് നമ്മൾ കേൾക്കാൻ പോണു. ഓരോ കഥയും അങ്ങനെയാണ്. ഭഗവാന്റെ കാരുണ്യമാണ്. ആ ഭഗവാന്റെ കാരുണ്യം സജ്ജനങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കണു എന്നുള്ളതൊക്കെയാണ് വളരെ മനോഹരമായിട്ട് ഇവിടെ കാണിക്കണത്. ഇനി അതല്ല, ദക്ഷനെ പോലെ ആയാലോ, എന്നാൽ വളരെ കഷ്ടമായി എന്ന് പറയുകയാണ്. അപ്പോൾ ഒരു കാട്ടാളൻ്റെ കഥ കേട്ടില്ലേ? കുറച്ച് ഒരു ശ്രദ്ധ വന്നിട്ടുള്ളൂ. സാക്ഷാൽ പത്മപാദർ തപസ് ചെയ്യണ സമയത്ത് അദ്ദേഹം വെയിലും മഴയും കൊണ്ട് തപസ് ചെയ്യണത് കണ്ടപ്പോൾ കാട്ടാളൻ ചോദിക്കുകയെ, എന്തിനാ ഈ കാട്ടിൽ വന്നിട്ട് കുറേ ദിവസമായില്ലോ വെയിലും മഴയൊക്കെ കൊണ്ട് അവിടുന്ന് തപസ് ചെയ്യണു? ആരാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടുന്ന് എന്താണ് അങ്ങക്ക് കിട്ടാനുള്ളത്? എല്ലാവരും അങ്ങനെയാണല്ലോ, ഓരോ പ്രവൃത്തി ചെയ്യണത് ഓരോന്ന് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിക്കുകയാണ്.
ഈ കാട്ടാളനോടൊക്കെ പറയാൻ പറ്റുമോ? തൻ്റെ ദേവത, ഇഷ്ടദേവത സാക്ഷാൽ നരസിംഹമൂർത്തിയാണ്, അദ്ദേഹത്തിൻ്റെ പ്രസാദത്തിന് വേണ്ടിയിട്ടാണ് താൻ തപസ് ചെയ്യണത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് വിചാരിച്ച പത്മപാദർ പറഞ്ഞു, ഇവിടെ ഒരു മൃഗമുണ്ട്, ആ സിംഹത്തിനെ അന്വേഷിച്ചിട്ടാണ് ഞാൻ തപസ് ചെയ്യണത് എന്ന് പറഞ്ഞു എന്നാണ് കഥ. എങ്ങനെയുണ്ട് കണ്ടാൽ എന്ന് ചോദിച്ചു എന്നാണ്. ഒരു വിചിത്രമായിട്ടുള്ള മൃഗമാണ് എന്ന് പറയുകയാണ്. എന്നിട്ട് സാക്ഷാൽ നരസിംഹത്തിനെ അങ്ങോട്ട് വർണ്ണിച്ച് കേൾപ്പിക്കുകയാണ്. അങ്ങനെ ഒരു മൃഗത്തിനെ ഞാൻ ഈ കാട്ടിൽ കണ്ടിട്ടില്ലല്ലോ എന്നാണ് ആ കാട്ടാളൻ പറയണത്. അല്ല, ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു പത്മപാദർ. ആ കാട്ടാളൻ അതിനെ അന്വേഷിച്ച് നടന്ന് അവസാനം എന്തായി? ഊണും ഉറക്കവും ഇല്ലാണ്ടായി. എത്ര വേഗ! അതാണ് ഭഗവാനേക്കാൾ നമ്മളെ ശുദ്ധാക്കാൻ സജ്ജനങ്ങൾക്ക് അധികം ശക്തി ഉണ്ടോ എന്ന് തോന്നും കഥകൾ കേട്ടാൽ. പത്മപാദരുടെ ആ ചെറിയൊരു സംസർഗം അത്രേ ആ കാട്ടാളനുണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് എന്തായി? കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഊണും ഉറക്കവും ഒന്നും ഇല്ലാണ്ടായി. ശ്രദ്ധ, മനസ്സ് സകലതും ഈ നരസിംഹത്തിലായി. അവസാനം കണ്ടെത്തിയെന്നാണ്. പത്മപാദർ തപസ് ചെയ്ത് കിട്ടാത്ത കാണാത്ത നരസിംഹമൂർത്തിയെ കാട്ടാളന് ഒരു കാട്ടിൽ ഒരു വള്ളിക്കുടിലിരിക്കുക, അത്രേ പതുങ്ങിയിരിക്കുക നരസിംഹം. വള്ളി എടുത്ത്, ആഹാ നീ ഇവിടെയാണ് ഇരിക്കണത് അല്ലേ എന്നും പറഞ്ഞ് വള്ളി എടുത്ത് കെട്ടി കൊണ്ടുവന്ന് പത്മപാദരുടെ മുമ്പിൽ അങ്ങോട്ട് നിർത്തി കൊടുത്തപ്പോൾ അദ്ദേഹം വീണ് നമസ്കരിച്ചു എന്നാണ് ആ കഥ. അപ്പോൾ എവിടുന്ന് കിട്ടി ഈ ഒരു ശുദ്ധി, ഈ ഒരു സിദ്ധി? അതാണ് സജ്ജനങ്ങളിൽ നിന്ന്. അങ്ങനെയുള്ള സജ്ജനങ്ങളുടെ അനുഗ്രഹം നമുക്ക് ലേശം മതി. ഓരോ കഥകളിൽ കൂടിയിട്ടും ഭഗവാന്റെ ആണോ മാഹാത്മ്യം പറയണത്, സജ്ജനങ്ങളുടെ ആണോ മാഹാത്മ്യം പറയണത്? സംശയാവും. ഭാഗവതത്തിലെ ഓരോ കഥകളും കേട്ടാൽ. ഏതായാലും അങ്ങനെയുള്ള പല 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 കഥകൾ ഇതാ. അജാമിളമോക്ഷം പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ദക്ഷൻ്റെ കഥയാണ് പറയണത്. നമ്മൾ ഇന്നലെ കേട്ടുല്ലോ, മഹാദേവനെ പരിഹസിച്ച് അപമാനിച്ച് ആ വേണ്ടതിലധികം കുരുത്തക്കേട് നേടിയതായിട്ടുള്ള ദക്ഷൻ പിന്നെ പ്രാചേതസ ദക്ഷനായിട്ട് ജനിച്ചു എന്ന് പറഞ്ഞു. പ്രചേതസ്സുകളുടെ 10 പേരുടെ പരമഹംസന്മാരായിട്ടുള്ള നമ്മൾ കേട്ടില്ലേ, രുദ്രഗീതം ജപിച്ച് മഹാദേവനെ ഗുരുവാക്കി കിട്ടി രുദ്രഗീതം ജപിച്ച് ഭഗവാന്റെ കയ്യിൽ നിന്ന് വരം മേടിച്ചതായിട്ടുള്ള 10 പേര് പ്രചേതസ്സുകൾ. അവരുടെ 10 പേർക്കും കൂടി ഒരു ഉണ്ണിയായിട്ട് ദക്ഷൻ ജനിച്ചു. ഹസ്തൗഷൈദ് ഹംസഗുഹ്യേന ഹംസഗുഹ്യം എന്നുള്ള ഒരു സ്തോത്രം കൊണ്ട് അദ്ദേഹം തത്രാഘമരിഷണം നാമ, അഘമരിഷണം എന്നുള്ള തീർത്ഥത്തിൻ്റെ വക്കത്ത് ഗംഭീരമായിട്ട് വളരെ കാലം തപസ് ചെയ്തു. ഭഗവാൻ പ്രത്യക്ഷായി ഭാഗവതം ചതുശ്ലോകിയൊക്കെ ആയിട്ട് ഉപദേശിച്ചു ദക്ഷനും. അതൊക്കെ കിട്ടി. അസിക്കിനി നാമ പത്നീത്വേ പ്രദേശ പ്രതിഗൃഹ്യതാം. സൃഷ്ടി വളർത്തണം എന്നാണല്ലോ ബ്രഹ്മാവിൻ്റെ കൽപ്പന. അങ്ങ് അസിക്കിനിയെ വിവാഹം കഴിച്ചോളൂ. അതിൽ 2 പ്രാവശ്യം മാനസികമായിട്ട് സൃഷ്ടിക്കാനുള്ള ശക്തി കൊടുത്തു. അങ്ങനെയാണ് ദക്ഷന് വേണ്ടതായിട്ടുള്ള വരങ്ങൾ കൊടുത്ത് അദ്ദേഹത്തെ യാത്രയാക്കിയത്. സ്വപ്നോപലബ്ധാർത്ഥ ഇവ തത്രൈവാന്തർദധേ ഹരി. അങ്ങനെയാണ് ഭഗവാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായത് എന്ന് പറഞ്ഞു. ഈ ദക്ഷൻ പറഞ്ഞ മാതിരി വിവാഹമൊക്കെ കഴിച്ച് അതിൽ ഹര്യശ്വന്മാർ, ശബളാശ്വന്മാർ എന്നുള്ള പുത്രന്മാർ 10,000 പേരാണ് ഹര്യശ്വന്മാർ. 10,000 പുത്രന്മാരെ അങ്ങോട്ട് സൃഷ്ടിച്ചു മാനസികമായിട്ട്. അവർ ചോദിച്ചു, അതുവരെയൊക്കെ കേമായി കേട്ടോ, ഒരു കുഴപ്പമുണ്ടായില്ല. ആ 10,000 ഉണ്ണികളെ സൃഷ്ടിച്ച് അവരോട് പറഞ്ഞു, നിങ്ങൾ സൃഷ്ടിയിൽ എന്നെ സഹായിക്കുക വേണ്ടത്, പോയിട്ട് ഭഗവാനെ സേവിച്ചു വരൂ എന്ന് പറഞ്ഞു. ശരി, അവർ നാരായണ സരോജഗ്മുരി എത്ര സിദ്ധാസ പൂർവജാഹ, നാരായണ സരസിൻ്റെ വക്കത്ത് ചെന്ന് ഇനി എങ്ങനെ ഭഗവാനെ സേവിക്കണം എന്നാലോചിച്ച് നിൽക്കുന്ന സമയത്ത് സാക്ഷാൽ നാരദ മഹർഷി അവിടെ വന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ 10,000 പേരോ ഭഗവാനെ സേവിക്കാൻ പുറപ്പെട്ടിരിക്കണത് വളരെ ഗംഭീരമായി. പക്ഷേ നിങ്ങളിപ്പോൾ എങ്ങനെയാണ്
ഭഗവാനെ സേവിക്കാൻ പുറപ്പെട്ടിരിക്കുന്നത്. എന്തെങ്കിലും കുറച്ചൊരറിവൊക്കെ വേണ്ടേ ഭഗവാനെ സേവിക്കാൻ? ആദ്യം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എത്ര ഉണ്ട് അറിവുണ്ടെന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു. പല ഭാവമാണ് കേട്ടോ ഈ നാരദ മഹർഷിക്ക്. ഓരോ ശിഷ്യന്മാരോടും ഓരോ തരത്തിലാണ് അദ്ദേഹം പെരുമാറുക. അവരുടെ മാഹാത്മ്യം അനുസരിച്ച് എന്ന് വേണം പറയാൻ. എന്താ അത്? ആദ്യം തന്നെ ചോദിച്ചു, ഒരേ ഒരു രാജാവുള്ള, ഒരേ ഒരു പുരുഷനുള്ള ഒരു രാഷ്ട്രമുണ്ട്, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരു രാജ്യത്ത് താമസിക്കുമ്പോൾ ആ രാജ്യം എങ്ങനെയുള്ളതാണ്, അതിൻ്റെ വിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കണ്ടേ? ഒരേ ഒരു പുരുഷനുള്ള രാഷ്ട്രം, അങ്ങോട്ട് കടന്നാൽ ഇങ്ങോട്ട് കടക്കാൻ പറ്റാത്തതായ ഒരു ഗുഹ, ബഹുരൂപാം സ്ത്രീയം ചാപി, പല രൂപത്തിൽ സഞ്ചരിക്കുന്നതായിട്ടുള്ള ഒരു സ്ത്രീ, നദീമുഭയതോപാഹാം, വട്ടത്തിലൊഴുകണതായിട്ടുള്ള ഒരു നദി, 25 തത്വങ്ങളെ കൊണ്ടുണ്ടാക്കിയതായിട്ടുള്ള ഒരു കൊട്ടാരം, അതിമനോഹരമായിട്ടുള്ള ഒരു ഹംസം, ഒരിക്കലും ആ ചക്രത്തിൻ്റെ വേഗത നശിക്കാത്തതായിട്ടുള്ള അതിഗംഭീരമായിട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു ചക്രം, ഇതൊക്കെ ഉണ്ട്. അതേമാതിരി അവരിരിക്കുന്ന രാജ്യത്തിൻ്റെ അതിർത്തി എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചത് നാരദ മഹർഷി. കുട്ടികൾ മഹാമിടുക്കന്മാർ, അവർ 5 മിനിറ്റ് ആലോചിച്ചില്ല, അവരെല്ലാറ്റിനും ഉത്തരം പറഞ്ഞു എന്നാണ്. ഏക ഏവേശ്വര സ്തുര്യോ ഭഗവാൻ സ്വാശ്രയപ്പര, ഒരേ ഒരാൾ, അത് പുരുഷൻ, അത് ഭഗവാൻ മാത്രം എന്നാണ് പറഞ്ഞു എന്ന് പറയാറില്ലേ? സാക്ഷാൽ വൃന്ദാവനത്തിൽ ഒരു സന്യാസി വന്നപ്പോൾ മീരാദേവി നമസ്കരിക്കാൻ ചെന്നു എന്നാണ് കഥ. അപ്പോൾ ചെന്നപ്പോൾ സന്യാസി പറഞ്ഞു, സമ്മതം ചോദിക്കണമല്ലോ സന്യാസിമാരെയൊക്കെ നമസ്കരിക്കണമെങ്കിൽ. അപ്പം ചോദിച്ചു എന്നാണ്, ഒന്ന് വന്ന് നമസ്കരിച്ചോട്ടെ, സ്ത്രീകളാണല്ലോ, സന്യാസിമാരുടെ സ്വാമിമാരുടെ മുമ്പിൽ പോവാൻ പാടില്ല, അപ്പോൾ ഒന്ന് വന്ന് നമസ്കരിച്ചോട്ടെ ചോദിച്ചപ്പോൾ സന്യാസി പറഞ്ഞു എന്നാണ്, ഞാൻ സ്ത്രീകളെ കാണാറില്ല എന്ന് പറഞ്ഞു അത്രേ അദ്ദേഹം. ഉടനെ മീര പറഞ്ഞ വാക്ക്, ഓഹോ അങ്ങ് പുരുഷനാണ് അല്ലേ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വൃന്ദാവനത്തിൽ അങ്ങക്ക് സ്ഥാനമില്ല, ഇവിടെ ഒരേ ഒരു പുരുഷനേ ഉള്ളൂ, അത് ശ്രീ ഗുരുവായൂരപ്പൻ മാത്രമാണ്, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങക്ക് ഈ വൃന്ദാവനം വിട്ട് പോവാം എന്നും പറഞ്ഞു മറുപടി എന്നാണ് മീരാദേവി. അപ്പോൾ ആരാ? ഏക ഏവേശ്വര സ്തുര്യ, ഒരേ ഒരു പുരുഷൻ, അത് ഭഗവാൻ മാത്രമാണ്. അങ്ങോട്ട് കടന്നാൽ ഇങ്ങോട്ട് കടക്കാൻ പറ്റാത്ത ഗുഹ, അത് മോക്ഷമാണ്. എല്ലാവരെയും മോഹിപ്പിച്ച് നടക്കുന്നതായിട്ടുള്ള സ്ത്രീ, അത് മായയാണ്. 25 തത്വങ്ങളെ കൊണ്ടുണ്ടാക്കിയതായിട്ടുള്ള കൊട്ടാരം, അത് ഈ ശരീരമാണ്. ഒരേപോലെ എല്ലാ സമയവും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ചക്രം, കാലചക്രമാണ്. രാജ്യത്തിൻ്റെ അതിർത്തി എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരണത് ശാസ്ത്രം, അതായത് നമ്മുടെ അച്ഛനായിട്ടുള്ള ശാസ്ത്രമാണ് എന്നൊക്കെയാണ് അതിൻ്റെയൊക്കെ ഉത്തരം. ഇതങ്ങോട്ട് കേട്ടപ്പോൾ നാരദ മഹർഷി ചോദിച്ചു എന്നാണ്, ഇങ്ങനെ വേണ്ടതായിട്ടുള്ള അറിവൊക്കെ സമ്പാദിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ഈ സൃഷ്ടിയിലേക്ക് പുറപ്പെടുന്നത് എന്ന് ചോദിച്ചു എന്നാണ് നാരദ മഹർഷി. അവർക്ക് കാര്യം മനസ്സിലായി. അവർ സർവസംഘ പരിത്യാഗം ചെയ്ത് സന്യാസിമാരായി, നാരദൻ്റെ ശിഷ്യന്മാരായി എന്നൊക്കെയാണ് കഥ. അവർക്ക് ഹംസഗുഹ്യം എന്നുള്ള ഒരു മന്ത്രം ഉപദേശിച്ചു. ഓം നമോ നാരായണായ പുരുഷായ മഹാത്മനെ വിശുദ്ധ സത്വധിഷ്ണ്യായ മഹാഹംസായ ധീമഹി. ഒരേ ഒരു ഹംസുണ്ട് എന്ന് പറഞ്ഞില്ലേ, ആരാത്? സാക്ഷാൽ ഭഗവാൻ. അപ്പം ആ ഹംസമൂർത്തിയായിട്ടുള്ള പരമഹംസമായിട്ടുള്ള ഭഗവാനെ ധ്യാനിച്ചും കൊണ്ടിരുത്തി അവരെയൊക്കെ മനസ്സിലായി. ദക്ഷന നാരദൻ വന്ന് തൻ്റെ പുത്രന്മാരെയൊക്കെ സന്യസിപ്പിച്ചിരിക്കണു എന്ന് മനസ്സിലായപ്പോൾ കുറച്ച് മനസ്സിന് ഒരു നന്മ ഉണ്ടെങ്കിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. പക്ഷേ അതല്ല ഉണ്ടായത്. തൻ്റെ 10,000 പുത്രന്മാരെ നാരദൻ നശിപ്പിച്ചു എന്നാണ് ദക്ഷന് തോന്നിയത്. ദക്ഷൻ കുറച്ചു മുമ്പ് തപസ് ചെയ്തതല്ലേ, അതാണ്. സന്യസിച്ച പിന്നെ വന്ന് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കില്ലല്ലോ.
അതുകൊണ്ടാണ് ദക്ഷന് ദേഷ്യം വന്ന് അദ്ദേഹം വീണ്ടും ശബളാശ്വന്മാർ 1000 ഉണ്ണികളെ കൂടി സൃഷ്ടിച്ചു എന്നാണ് കഥ. അവരോടും പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ഭഗവാനെ സേവിച്ചു വരുമോ, എന്നിട്ട് വേണം സൃഷ്ടി ആരംഭിക്കാൻ. നോക്കണേ ഈശ്വരാധീനം. അവരും ഈ ഏട്ടന്മാരെത്തിയ സ്ഥലത്ത് തന്നെ എത്തി, നാരായണ സരസിൻ്റെ വക്കത്ത്. അവിടെ നാരദൻ ഇവരെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അവരോടും ചോദിച്ചു, നിങ്ങൾ മിടുക്കന്മാർ, അനിയന്മാർ ഏട്ടൻ്റെ പിന്നാലെ പോണോ അല്ല അച്ഛൻ്റെ പിന്നാലെ പോണോ? ഞങ്ങൾക്ക് ഏട്ടന്മാരുടെ പിന്നാലെ പോയാൽ മതി എന്ന് പറഞ്ഞു അവർ. എന്നാൽ നിങ്ങളോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അവരോടും ചോദിച്ചു കാര്യങ്ങളൊക്കെ. അവരും മണിയായിട്ട് ഉത്തരം പറഞ്ഞു. അപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് എന്തായി, അവർക്കും സന്യാസം കൊടുത്തു നാരദ മഹർഷി എന്നാണ് കഥ. പിന്നെ പറയാനുണ്ടോ? വേണ്ടതിലധികം ചുക്രോധ നാരദായാസൗ പുത്രശോക വിമൂർച്ഛിത. തൻ്റെ 11,000 ഉണ്ണികളെ സന്യസിപ്പിച്ച, ഇനി അവിടുന്ന് അങ്ങോട്ട് പറയാണ്ടിരിക്കുക ഭേദം. ദേഷ്യം വന്നു. പക്ഷേ കഷ്ടകാലം നാരദന് തോന്നിയിത്രേ, എന്തിനാപ്പം ഞാൻ ഈ കുട്ടികളെ മാത്രം ആക്കി സന്യസിപ്പിക്കണത്, അച്ഛനെയും കൂടി അങ്ങോട്ട് ഭഗവാന്റെ അടുത്തേക്ക് വിട്ടാൽ എന്താ തരക്കട് എന്ന് തോന്നി. അതിനും കുറച്ചൊരു ദൈവാനുഗ്രഹം വേണം. സജ്ജനങ്ങൾക്ക് നമ്മളെ അനുഗ്രഹിക്കണം എന്ന് തോന്നിയാലും അത് വാങ്ങാനുള്ള ഒരു പാത്രപുണ്യം എന്ന് പറയില്ലേ, അത് വേണം. അതാണ്. നോക്കൂ, നാരദ മഹർഷി വന്നപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ മഹാദേവനെയാണ് ശപിച്ചത് എന്നുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ അഹോ അസാധോ സാധൂനാം സാധുലിംഗേന നസ്ത്വയ, നല്ല വേഷവും കെട്ടി നടക്കണു, കുടുംബദ്രോഹി എന്നും പറഞ്ഞുകൊണ്ടാണ് നാരദനെ ശകാരിച്ചത്. എവിടെയും 3.25 നാഴിക നിൽക്കാൻ പറ്റാതെ പോകട്ടെ, തല പൊട്ടിത്തെറിക്കട്ടെ എന്ന് ശപിച്ചു. നാരദൻ തൊഴുതു. എന്താ അത്? വളരെ നന്നായി. സഹോദരനാണല്ലോ, എല്ലാവരും ബ്രഹ്മപുത്രന്മാരാണല്ലോ ആദ്യം. അപ്പോൾ ദക്ഷനോട് പറഞ്ഞു, വളരെ സന്തോഷമായി, വലിയ ഉപകാരമാണ് എനിക്ക് തന്നത് ഈ ശാപം കൊണ്ട്. അതാണ് സജ്ജനങ്ങളുടെ. എങ്ങനെയാണ് സജ്ജനങ്ങൾ? നമുക്കൊക്കെ സജ്ജനങ്ങളാവണം എന്ന് മോഹമുണ്ടെങ്കിൽ എങ്ങനെയാ ഈ മനസ്സിനെ എങ്ങനെ ഒതുക്കാം എന്നുള്ളത് കാണിച്ചു തരികയാണ്. നാരദൻ എന്താ പറഞ്ഞത്? എങ്ങനെയാ ഉപകാരമായത്? ഇതിൻ്റെ മുമ്പ് പറഞ്ഞതാണ് ഈ വിഷയം. എന്തോ കഥ പറഞ്ഞു വന്ന സമയത്ത് എവിടെയെങ്കിലും കുറച്ച് നേരം നിൽക്കുമ്പോഴാണ് ആരെങ്കിലും കാണും, എവിടുന്നാ വന്ന്, എപ്പോഴാ വന്ന്, എന്താ പേര്, എന്നാ പോണത്, ഇങ്ങനെ ചോദിച്ച് കുറച്ച് ബന്ധം വരും നമുക്ക്. എവിടെയും നിൽക്കാൻ നേരമില്ലെങ്കിലോ ആരായിട്ടും ബന്ധം വരില്ല. ഇനി പുണ്യമുള്ളവരെ ഭഗവാന്റെ അടുത്ത് എത്തിക്കാൻ 3.25 നാഴികയൊന്നും വേണ്ട നാരദനെ പോലുള്ളവർക്ക് എന്നുള്ളത് കൊണ്ട് ശാപത്തെ അനുഗ്രഹമാക്കി സ്വീകരിച്ച ആളാണ് നാരദൻ എന്ന് പറയുകയാണ്. ഭക്തശിരോമണി വാഴകുന്നം പറയുകയാണ്, എന്താ അപ്പം അതിൻ്റെ അർത്ഥം? ശ്വാവിൻ വാലെന്ന പോലെ വളയുമുലകിനെ നേരെയാക്കാൻ പ്രയാസം. ലോകം നന്നാക്കാൻ പുറപ്പെടുന്നേക്കാളും നല്ലത് അവരവർ നന്നാവുകയാണ് ആദ്യം, അതാണ് നല്ലത്, എളുപ്പം എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ദക്ഷന ദേഷ്യം അങ്ങോട്ട് ഒതുങ്ങണില്ല. ഏതായാലും ബ്രഹ്മാവിന് സ്നേഹമാണ്, സൃഷ്ടി വർദ്ധിപ്പിക്കാനാണല്ലോ നോക്കിയത് ദക്ഷൻ. ബ്രഹ്മാവ് പറഞ്ഞു, അങ്ങൊരു കാര്യം ചെയ്യൂ, പെൺകുട്ടികളെ സൃഷ്ടിക്കൂ, അപ്പം നാരദൻ ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞു. അത് ശരിയാ, നാരദൻ വന്നാൽ കൊടുക്കാം, പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാം എന്നൊക്കെ വിചാരിച്ച് ദക്ഷൻ സന്തോഷമായി 60 പെൺകുട്ടികളെ സൃഷ്ടിച്ചു എന്നാണ് കഥ. നാരദൻ വന്നില്ല. ഈ 60 പേരെയും വിവാഹം കഴിച്ചു കൊടുക്കണ്ടേ, അതിന് കുറച്ച് ബുദ്ധിമുട്ടി. അതിന് മാത്രമല്ല, പിന്നെ ജീവിതം മുഴുവൻ ദക്ഷൻ ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞു. 10 പേരെ ധർമ്മന്, 27 പേരെ ചന്ദ്രന്, 13 പേരെ കശ്യപന്, ഭൂതാങ്കിര കൃശാശ്വേഭ്യ 2 ബാക്കി 4 പേരെ താർക്ഷ്യന്. ഇങ്ങനെ എല്ലാവരെയും സമൂഹ വിവാഹം ഒക്കെ നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറയണ പോലെ വിവാഹം കഴിച്ചു കൊടുത്തു. സമാധാനമായോ എന്നാണ് പിന്നത്തെ ചോദ്യം. ഇല്ല, കൂടുതൽ ബുദ്ധിമുട്ടായി. എന്താ കാരണം? ഇന്ന് ലോകത്തിൽ കാണുന്ന സകല ചരാചരങ്ങളും അന്ന് ഈ ദക്ഷൻ്റെ പുത്രിമാരിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് എന്തായി? എല്ലാവരും തമ്മിൽ കണ്ടാൽ
തമ്മിൽ തല്ലുന്നവരായി. അങ്ങനെയാണല്ലോ ദേവന്മാരും അസുരന്മാരും, അതിഥി ദിതി ധനു കാഷ്ഠ അങ്ങനെയുള്ള പുത്രിമാർ. അതിൽ അതിഥിയുടെ ദേവന്മാർ, ദിതിയുടെ ദൈത്യന്മാർ, ധനുവിൻ്റെ ദാനവന്മാർ, ഇങ്ങനെയാണ് എല്ലാ ജീവജാലങ്ങളും വർദ്ധിച്ചിരിക്കുന്നത്. ആർക്കാ ആരെയാ ഇഷ്ടം? ഒന്നും വേണ്ട, വേറെ ഉള്ളവരെയൊന്നും കാണണ്ട. മനുഷ്യരും കണ്ടാലത്തെ അവസ്ഥ എന്താ? പക്ഷികളും അല്ലേ തമ്മിൽ കുത്തിക്കൊല്ലണത്. ഇങ്ങനെ അങ്ങോട്ട് ആലോചിച്ചാൽ തൻ്റെ മക്കളും മരുമക്കളുമായിട്ട് ആ തമ്മിലുള്ള തമ്മിത്തല്ല് കണ്ട് സമാധാനമില്ലാണ്ടായി എന്നല്ലേ പറയാനുള്ളൂ. എപ്പോഴും ദൈത്യന്മാരും ദേവന്മാരും അസുരന്മാരും തമ്മിത്തല്ലാണ്. ചില സമയത്ത് അത്യാവശ്യം തമ്മിത്തല്ലില്ലാണ്ടിരിക്കുന്ന സമയം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ദേവന്മാർ സ്വർഗത്തിൽ, അസുരന്മാർ പാതാളത്തിൽ, അങ്ങനെയൊക്കെയാണല്ലോ. ഇന്ദ്രസ്ത്രിഭുവന ഐശ്വര്യമദോല്ലംഘിത സൽപഥ. പിന്നെ ദേവേന്ദ്രൻ്റെ കഥ പറയുകയാണ്. ദേവന്മാർ സ്വർഗത്തിൽ സുഖമായിട്ട് താമസിക്കണു. എത്ര നല്ലൊരു സ്ഥാനം. അപ്പം നമുക്ക് കേൾക്കാം, എന്താ ആവശ്യമുണ്ടെങ്കിലും ഭഗവാനെയാണ് ചെന്ന് കാണുന്നത്, പറയണത്. നല്ല ഭക്തി വർദ്ധിപ്പിക്കുകയല്ലേ, വർദ്ധിക്കും എന്നല്ലേ വിചാരിക്കേണ്ടത്. അതല്ല ഉണ്ടായത് എന്ന് പറയാണ്. അതിന് പുണ്യം വേണം. നമ്മൾ കുറച്ചൊന്ന് വിചാരിക്കണം, മോഹിക്കണം എന്ന് പറയുകയാണ്. ദേവേന്ദ്രന് എപ്പോഴും അബദ്ധം പറ്റിക്കൊണ്ടിരിക്കും. തൻ്റെ ഐശ്വര്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഗുരുനാഥൻ വന്നപ്പോൾ അപമാനിച്ചു. സുഖമായിട്ട് ഡാൻസൊക്കെ കണ്ടിരിക്കുമ്പോഴേ ഗുരുനാഥൻ വന്നപ്പോൾ തോന്നിയെന്ന്, ഇപ്പം അങ്ങോട്ട് എണീക്കുക നമസ്കരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പം എന്താ നല്ലത്? കണ്ടില്ല നടിക്കുകയാണ് നല്ലത് എന്ന് തോന്നി. പിന്നെ പറയാനുണ്ടോ? മനസ്സിലായി. വ്യാഴാചാര്യൻ ബൃഹസ്പതിക്ക് സൂക്കേട് മനസ്സിലായി. അദ്ദേഹം അവിടെ അന്തർധാനം ചെയ്തു. ഗുരുനാഥൻ ഇല്ലാഞ്ഞാൽ അസുരന്മാർ യുദ്ധത്തിന് വരും. ഭയപ്പെട്ട് ദേവേന്ദ്രൻ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. അങ്ങനെയാണല്ലോ, വ്യാഴം മറിഞ്ഞാൽ പിന്നെ ആ സന്തോഷിപ്പിക്കുക അത്ര എളുപ്പമല്ല. എന്താ വേണ്ടത്? ബ്രഹ്മാവിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, തൽക്കാലം അദ്ദേഹം പരമശുദ്ധനാണ്, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ ആ പിണക്കൊക്കെ മാറി വരും. തൽക്കാലം വിശ്വരൂപനെ ഗുരുനാഥനായിട്ട് സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞു ബ്രഹ്മാവ്. വിശ്വരൂപൻ എങ്ങനെയാച്ചാൽ ഒരു ദേവന് അസുര സ്ത്രീയിലുണ്ടായ പുത്രനാണ് വിശ്വരൂപൻ. അപ്പം ദേവനാണോ അസുരനാണ്. അതാണ് വിശ്വരൂപൻ്റെ അവസ്ഥ. പരമയോഗ്യനാണ് അദ്ദേഹം. ചെറിയ പ്രായമാണ്, പക്ഷേ പ്രായത്തിൽ കവിഞ്ഞ യോഗ്യതയാണ് വിശ്വരൂപന്. അദ്ദേഹത്തിനെ ഗുരുനാഥനായിട്ട് വരിച്ചപ്പോൾ തന്നെ എന്താ അദ്ദേഹം പറഞ്ഞത്? ഗുരുനാഥനായിട്ട് ദേവലോകത്തെ ആചാര്യനായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ നിലയാണെന്ന് വിചാരിക്കും. അതല്ല, തൻ്റെ തപശക്തിയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സാധാരണ കുറച്ച് വിവേകമുള്ളവരാരും അത് മോഹിക്കില്ല. എന്നാലും നിങ്ങൾ സഹോദരന്മാർ വന്ന് പ്രാർത്ഥിച്ചാൽ എനിക്കത് ചെയ്യേണ്ട കടമയുണ്ടല്ലോ, ഞാൻ ചെയ്തു തരാം. അസുരന്മാർ യുദ്ധത്തിന് വരണതുകൊണ്ടാണ് ദേവന്മാർ ചെന്ന് ആശ്രയിച്ചത്. അപ്പോൾ വിശ്വരൂപൻ നാരായണ കവചം എന്നുള്ളൊരു മന്ത്രം ചൊല്ലി അസുരന്മാരെയൊക്കെ അങ്ങോട്ട് ഓടിച്ചു. യുദ്ധമില്ലാണ്ട് ആ മന്ത്രം ജപിച്ചേ ഉള്ളൂ, അവരൊക്കെ ഓടിപ്പോയി എന്ന് പറയുകയാണ്. അങ്ങനെയാണല്ലോ നമ്മളൊക്കെ. ഇപ്പം ഇന്നത്തെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, രാത്രിയായാൽ എന്തെങ്കിലും ഒന്ന് കുത്തിവെക്കും, അപ്പോൾ കൊതുവിൻ്റെ ശല്യം ഇല്ലാണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങണില്ലേ. ഇതുപോലെ എന്ന് വേണമെങ്കിൽ പറയാം. മന്ത്രം ജപിച്ചതോടുകൂടി സകല ശല്യവും ഇല്ലാണ്ടായി. അതാണ് ആ നാമത്തിൻ്റെ ശക്തി. ഒരു നാമത്തിൻ്റെ ശക്തിയാണ് അജാമിളമോക്ഷം കൊണ്ട് പറഞ്ഞത്. നാരായണ കവചത്തിൽ ധാരാളം നാമങ്ങളാണ്. പരീക്ഷിത്ത് മഹാരാജാവ് പറഞ്ഞു, എങ്കിൽ ആ മന്ത്രം എനിക്കൊന്ന് ഉപദേശിച്ചു തരണം, അങ്ങക്ക് ഏത് ശത്രുക്കളെ ജയിക്കാനാണ് എന്നാണ് പരീക്ഷിത്ത് മഹാരാജാവിനോട് ചോദിച്ചത്. അതാണ് വിവേകം. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഉള്ളിലാണ് എൻ്റെ ശത്രുക്കളൊക്കെ ഇരിക്കണത്, അവരെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഈ മന്ത്രം വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അപ്പം നമുക്കും അത് വലിയ ഉപകാരമായി. കാമക്രോധ ലോഭമോഹമത് മത്സരാദികളിൽ നിന്ന് ബാക്കിയുള്ള ശത്രുക്കളൊക്കെ പോട്ടെ. ഇതാണ് പ്രഹ്ലാദൻ പറഞ്ഞില്ലേ ഹിരണ്യകശിപുവിനോട്, നമ്മളുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ശത്രുക്കൾ ഇവരാണ്, ഇവരെ ജയിക്കണം എന്നുണ്ടെങ്കിൽ നാരായണ കവചം മതി എന്ന് പറഞ്ഞിട്ട്. സമയം കുറച്ചാണ്, ഇത്തിരിയും കൂടിയും കഥ പറയാനും ഉള്ളതുകൊണ്ട് ഒന്ന് വേഗം പോവുകയാണ്. വളരെ മനോഹരമാണ്.
ഒക്കെ രത്നങ്ങളാണ് ഭാഗവതത്തിൽ എന്ന് പറയും. ഇപ്പം നല്ല ചെല്ലിയില്ലേ, ഗോപാലരത്നം ഭുവനൈകരത്നം ഗോപാംഗനായൗവന ഭാഗ്യരത്നം ശ്രീകൃഷ്ണരത്നം സുരസേവ്യരത്നം ഭജാമഹേ യാദവവംശരത്നം. അദ്ദേഹം നല്ല പറഞ്ഞ് നമുക്ക് കാണിച്ചു തന്നു. ഇതാണ് ഏറ്റവും വിശേഷപ്പെട്ട രത്നം നമുക്ക് കാണിച്ചു തന്നില്ലേ. ഇതാ ആ രത്നാണ്. എല്ലാ നാമങ്ങളും വളരെ ഗംഭീരായി. പക്ഷേ അസുരന് സ്ത്രീയുടെ പുത്രനായതുകൊണ്ട് ദേവേന്ദ്രന് സംശയം തുടങ്ങി. ഹോമാദികൾ ചെയ്യുമ്പോൾ അമ്മാമന്മാർ അസുരന്മാർ, നമ്മൾ ദേവന്മാർ സഹോദരന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്പൂരി ഭാഷയിൽ പറഞ്ഞാൽ അമ്മാത്തുള്ളവർക്ക് നല്ലത് വരണമെന്ന് പ്രാർത്ഥിക്കാണ്ടിരിക്കുമോ? അപ്പം അസുരന്മാർക്ക് നല്ലത് വരണമെന്ന് എൻ്റെ നെയ്യും എൻ്റെ സാധനങ്ങളും എടുത്ത് എൻ്റെ ഹോമകുണ്ടത്തിൽ എൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയെ. അതാണ് ദേവേന്ദ്രന് തോന്നിയത്. പിന്നെ പറയാണ്ടോ, അദ്ദേഹം ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് വജ്രായുധം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴുത്തെടുത്തു. അതാണ് 3 ശിരസ്സായിരുന്നു അദ്ദേഹത്തിന്. അപ്പം സകല പാപങ്ങളും ഒന്നിച്ചു വന്നു. ബ്രഹ്മഹത്യ, ഗുരുഹത്യ, പിന്നെ അങ്ങനെയുള്ള പാപങ്ങളൊക്കെ അദ്ദേഹത്തിന്, ഭ്രാതൃഹത്യ, സഹോദരനല്ലേ, എല്ലാ പാപങ്ങളും വന്നു എന്നാണ് കഥ. പിന്നെ പറയാനുണ്ടോ? ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ആ പാപം ഇല്ലാണ്ടാക്കണ്ടേ? ഭഗവാനെ സ്തുതിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഈ സമയത്ത് ഈ വിശ്വരൂപൻ്റെ അച്ഛൻ ത്വഷ്ടാവ് എൻ്റെ മകനെ ഗുരുവാവണം എന്നും പറഞ്ഞ് ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുപോയിട്ട് വഞ്ചിച്ച് കൊല്ലുകയല്ലേ ഉണ്ടായത്. അപ്പം അതിന് ദേവേന്ദ്രനെ നശിപ്പിക്കത്തക്കവണ്ണം ഇന്ദ്രശത്രോ വിവർദ്ധസ്വ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു യാഗം ചെയ്തത് എന്നാണ് പിന്നെ പറയണ കഥ. അതാണ് നമ്മളത് വളരെ ഗംഭീരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കഥയാണ് വൃത്രാസുരൻ്റെ കഥ. അദ്ദേഹത്തിൻ്റെ ജനനം എങ്ങനെയാണ് ആലോചിച്ച് നോക്കൂ. ഈ ഹോമകുണ്ടത്തു നിന്ന്, ത്വഷ്ടാവിൻ്റെ ഹോമകുണ്ടത്തു നിന്നാണ് വൃത്രാസുരൻ ഉണ്ടായിരിക്കണത്. നിമിഷം തോറും ഇടത്തോട്ടും വലത്തോട്ടും മുകളിലേക്കും വലുതാവണ ഒരു സ്വഭാവം. ഹോമകുണ്ടത്തിൽ നിന്ന് പൊങ്ങണ പോലെയാണ് വൃത്രാസുരൻ്റെ ജന്മം. വൃത്രാസുരനെ കണ്ടപ്പം 33 കോടി ദേവന്മാരും ലോകത്തിലുള്ളവരൊക്കെ ഈശ്വര ഇങ്ങനെ ഒരു ഭയങ്കര സത്വത്തിനെ എങ്ങനെ കാണും? വായും പൊളിച്ചിങ്ങോട്ട് വന്നാലേ ഈ ബ്രഹ്മാണ്ട് അങ്ങനെ അങ്ങോട്ട് വിഴുങ്ങാൻ ഒരു വിഷമവും ഇല്ല തോന്നും. അത്ര വലിയൊരു ശരീരം. ഈ വൃത്രാസുരനെ കണ്ട് ഭയപ്പെട്ടിട്ടാണ് ദേവേന്ദ്രൻ, ഇനിയിപ്പോൾ ആരോടാ പറയുക? ഇനി ബ്രഹ്മാവിനോട് പറയാൻ പറ്റുമോ? ബ്രഹ്മാവ് പറഞ്ഞ് സ്വീകരിച്ചതായിട്ടുള്ള ഗുരുനാഥനെ കൊന്നു. ഇനി എങ്ങനെയാ ബ്രഹ്മാവിനോട് ഇനി ഞാൻ എന്ത് വേണം എന്ന് ചോദിക്കുക? എങ്ങനെയാ? പിന്നെ നേരെ ഭഗവാന്റെ അടുത്ത് ചെന്നു. അതാണ് നമ്മൾ കുറച്ച് നമ്മളുടെ മനഃശുദ്ധിക്ക് ഭഗവാനോടന്നെ ഭക്തന്മാർ പറയാറുണ്ട്, ഭക്തശിരോമണി വാഴകുന്നം, മനഃശുദ്ധി എന്നുള്ളത് നമ്മൾ കരഞ്ഞു വാങ്ങേണ്ടതാണ് ഭഗവാനോട് എന്ന് പറയാറുണ്ട്. ആരായിട്ടും കാര്യമില്ല മനഃശുദ്ധി ഇല്ലെങ്കിൽ. നോക്കൂ, ഈ ഭഗവാന്റെ അടുത്ത് ചെന്നിട്ട് ദേവേന്ദ്രൻ എന്താ പ്രാർത്ഥിച്ചത്? വൃത്രാസുരനെ കൊന്ന് ഞങ്ങൾക്ക് സ്വർഗത്തിൽ സുഖമായിട്ട് ഇരിക്കാറാവണേ എന്നാണ് പ്രാർത്ഥിച്ചത് ദേവേന്ദ്രൻ. ഇനി ഇതൊക്കെ പറയുന്നുണ്ട് മഹാബലി, ഇത്ര ബുദ്ധി ഇല്ലാണ്ടേ ആയില്ലോ എന്ന് പറയുന്നുണ്ട് മഹാബലി. ഏതായാലും അവിടെ ഭഗവാൻ പ്രത്യക്ഷമായി. വളരെ ഗംഭീരാണ് ദേവേന്ദ്രൻ്റെ സ്തുതി. പ്രത്യക്ഷമായി എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അല്ല അപ്പം അങ്ങക്ക് സ്വർഗത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഒരു ഗുരുനാഥനെ അപമാനിച്ചു അല്ലേ, ഒരു ഗുരുനാഥനെ വെട്ടിക്കൊന്നു. ഇനിയിപ്പോൾ ഒരാളെയും കൂടിയും കൊല്ലണമെങ്കിൽ വലിയ വിഷമമുണ്ടോ ചോദിച്ചു. ഏയ് ഇല്ല, എന്ത് വേണമെങ്കിലും ആവാം എന്ന് പറഞ്ഞു. നന്നായില്ലേ? ഇതാണ് ദേവേന്ദ്രൻ. ഈ സ്വർഗത്തിലേക്കാണ് സുഖം കിട്ടാൻ നമ്മൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സ്വർഗം വേണോ, ഭഗവാന്റെ അടുത്ത് എത്തണോ? ഭാഗവതം അതാണ് നമ്മളോട് ചോദിക്കണത്. ലൗകിക സുഖങ്ങൾ നിറഞ്ഞതായിട്ടുള്ള ആ സ്ഥാനാണോ വേണ്ടത്? ഭഗവാന്റെ പാദഭക്തി അതാണോ നമുക്ക് വേണ്ടത്? സജ്ജന സംസർഗം അതാണ് ഭാഗവതം നമ്മളോട് ചോദിക്കണത്. ഏതായാലും ദേവേന്ദ്രൻ ചെന്ന് ദധീചി മഹർഷിയുടെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ നട്ടെല്ലെടുത്തു കൊണ്ടുവന്ന് വജ്രായുധം പണിതാൽ അതുകൊണ്ട്
എൻ്റെ ശക്തി തരാം, വൃത്രാസുരനെ കൊല്ലാൻ വിഷമമുണ്ടാവില്ല എന്നാണ് പറഞ്ഞത് ഭഗവാൻ. ആ ദധീജിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു എന്നാണ്. ദേവന്മാരൊക്കെ കൂടി 33 കോടി ദേവന്മാരെ മഹർഷിയുടെ മുമ്പിൽ, എന്താ ദേവേന്ദ്ര, എന്താ എല്ലാവരും കൂടി വന്നിരിക്കണത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല ഭഗവാൻ പറഞ്ഞിട്ടാണ് വന്നത് എന്ന് പറഞ്ഞു. ഓഹോ, അപ്പോൾ പിന്നെ തരാണ്ടിരിക്കില്ലല്ലോ, അതാണ് എന്തിനാ വന്നത്? അതോ അങ്ങയുടെ ആ നട്ടെല്ല് ഇങ്ങോട്ട് തന്നാൽ ഞങ്ങൾക്ക് വൃത്രാസുരനെ കൊല്ലായിരുന്നു എന്നാണ് ദേവേന്ദ്രൻ്റെ വാക്ക്. ഒന്നങ്ങനെ ചിരിച്ചു മഹർഷി. അപ്പോൾ പറഞ്ഞു, അങ്ങക്ക് സ്വർഗത്തിൽ സുഖമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത് തരണത്, അപ്പോൾ എനിക്കും ഉണ്ടാവില്ലേ സുഖമായിട്ട് ജീവിക്കണം എന്നുള്ള മോഹം? ഒന്നിങ്ങനെ പരിശോധിച്ചു. അവിടെ ദേവേന്ദ്രൻ്റെ ഒരു വാക്കുണ്ട്, എന്ത്? ഞങ്ങളെപ്പോലുള്ളവർക്ക് വേറൊരാളുടെ നട്ടെല്ല് മേടിച്ചിട്ടാണെങ്കിലും സുഖമായിരിക്കണം എന്നാണ് മോഹം ഉണ്ടാവുക. അങ്ങേ പോലുള്ളവർക്ക് അവരവരുടെ നട്ടെല്ല് കൊടുത്തിട്ടാണെങ്കിലും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നാണ് വിചാരിക്കുക. അത് അല്ല, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്. അങ്ങ് ധർമ്മം പറയും എന്നറിയാം, ചെയ്യാൻ പറ്റില്ലെങ്കിലും. അതുകൊണ്ടൊന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ. അവിടെ മഹർഷിയുടെ ഒരു വാക്കുണ്ട്, ഇപ്പം എനിക്ക് ഏറ്റവും വലിയൊരു പുണ്യം ചെയ്യാൻ പറ്റിയ സമയമാണ്. എന്തിനാ ഈ സംഭാഷണങ്ങൾ പറയണത്? ഓരോരുത്തരുടെ സംഭാഷണത്തിൽ വിലമതിക്കാൻ കഴിയാത്തതായിട്ടുള്ള തത്വങ്ങൾ ഉണ്ടാവും. അത് വല്ലപ്പോഴും കേട്ടാൽ കുറേശ്ശെ നമുക്കത് ജീവിതത്തിൽ കൊണ്ട് നടക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് ഒന്നിച്ചൊന്നും പറ്റിയെന്ന് വരില്ല. എന്നാലും കുറേ കേൾക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ, ചൊല്ലി ചൊല്ലി അപ്പിടിയാച്ച് എന്ന് പറയാറുണ്ട്. അതേമാതിരി കുറേ കേൾക്കുമ്പോൾ നമുക്ക് കുറേശ്ശെ അത് പറ്റാതിരിക്കില്ല. മഹർഷി പറയണ, ഇപ്പം എനിക്ക് വലിയൊരു നല്ല ഒരു സന്ദർഭമാണ് കിട്ടിയിരിക്കണത്. ഈ ശരീരം എന്നുള്ളത് അതെപ്പോൾ വേണേ വീണു പോവാം, അല്ലേ? ആർക്കും ഉപകാരം ഉണ്ടാവില്ല എന്ന് തന്നെയല്ല, പരമോപദ്രവാവും ചെയ്യും. ഇത് കിടന്ന അളിഞ്ഞാലത്തെ ഒരവസ്ഥ എന്താ? അപ്പോൾ നേരെ മറിച്ച് ഇപ്പം ഞാൻ എൻ്റെ ശരീരം അങ്ങോട്ട് ഉപേക്ഷിച്ചാൽ അതിലത്തെ എല്ലുകൊണ്ട് ലോകത്തിലെ 33 കോടി ദേവന്മാർക്കും അത് ഉപകാരമാവുന്നുണ്ടെങ്കിൽ ഭഗവാൻ പറഞ്ഞിട്ട് എനിക്കെൻ്റെ ശരീരം ഉപേക്ഷിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലിയൊരു പുണ്യമുണ്ടോ എന്നാണ് മഹർഷി ചോദിച്ചത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹർഷി പറഞ്ഞു, പക്ഷേ ദേവേന്ദ്ര പറയേണ്ട താമസം ദേവേന്ദ്രൻ വജ്രായുധം എടുത്ത് പുറപ്പെട്ടപ്പോൾ പറഞ്ഞു, അവിടെ ഇരിക്കൂ, ഒരു 10 മിനിറ്റ് ഞാൻ ഭഗവാനെ ധ്യാനിച്ച് എൻ്റെ ജീവനെ ഭഗവാനിലേക്ക് അങ്ങോട്ട് ലയിപ്പിക്കട്ടെ, അപ്പോൾ അങ്ങേക്ക് എടുത്തു കൊണ്ടുപോവാം നട്ടല്. പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് തൊട്ട് നോക്കും, ചൂടാറിയോ എന്ന്. അശ്വിനി ദേവകളുണ്ടല്ലോ, ഒപ്പം ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് വേണമല്ലോ, എന്തായാലും ഒക്കെ തയ്യാറായിട്ടാണ് വന്നിരിക്കണത്. നട്ടെല്ലെടുത്ത് ഭഗവാന്റെ അനുഗ്രഹമുണ്ട്, വജ്രായുധം. പിന്നെ അതല്ല, ഒരുപാട് കഥകളുണ്ട് ഇവിടെ. ആയുധങ്ങൾ പാലാഴി മഥനത്തിന് പുറപ്പെട്ടപ്പോൾ ദേവന്മാരൊക്കെ ആയുധങ്ങൾ ഈ മഹർഷിയുടെ കൈ പിടിക്കാൻ കൊടുത്തു അത്രേ. നമ്മളൊക്കെ പതിവുണ്ടല്ലോ, എങ്ങടെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പുറപ്പെടുമ്പോൾ കയ്യിലുള്ള ബാഗോ എന്തെങ്കിലുമൊക്കെ അടുത്തുള്ള ആളുടെ കയ്യിൽ സൂക്ഷിക്കാൻ കൊടുക്കൽ. ഇതേമാതിരി സൂക്ഷിക്കാൻ കൊടുത്തതാ. എത്ര നേരം ഈ ആയുധങ്ങൾ കയ്യിൽ പിടിച്ചിരിക്കാം? അദ്ദേഹം അതൊക്കെ വിഴുങ്ങി ഇത്രേ മഹർഷി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി? അതൊക്കെ എല്ലിനോട് ചേർന്നു. നാളെ നമ്മൾ പേപ്പറിൽ കണ്ടില്ലേ, കമ്പി ഉള്ളിൽ വെച്ചിട്ട് ഇനിയിപ്പോൾ എടുക്കാനൊന്നും പറ്റില്ല, അത് എല്ലിനോട് ചേർന്നു എന്ന് പറഞ്ഞു ഡോക്ടർ എന്ന് പേപ്പറിൽ കണ്ടു. ഇതേമാതിരി മഹർഷി അകത്താക്കിയ ആയുധങ്ങളൊക്കെ എല്ലിനോട് ചേർന്നിരിക്കണു. അപ്പം ഇങ്ങനെ ഒരുപാട് മഹാത്മ്യമുണ്ട് ഈ മഹർഷിക്ക്. ആ എല്ലെടുത്തിട്ടാണ് നോക്കൂ, ആലോചിച്ച് നോക്കൂ ഭഗവാന്റെ കാരുണ്യം. ഭഗവാനെ ആശ്രയിച്ച ദേവന്മാരോട് ഇതൊക്കെയാണ് പറഞ്ഞു കൊടുത്തിരിക്കണത്. ഇതിനേക്കാളും നല്ല ഒരു ആയുധം ഇനി വേറെ കിട്ടാനില്ല, അതെടുത്തോളൂ. അതാണ് പറഞ്ഞും കൊണ്ട് ഓരോ ഉപകാരം ഓരോരുത്തർക്ക് തൻ്റെ ഭക്തന്മാർക്ക് അവരാവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും എത്ര ദിവ്യമായ തരത്തിലാണ് അവരെ അനുഗ്രഹിക്കുക എന്നുള്ളത് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. വൃത്രാസുരൻ ഭഗവാനോടൊന്നും പ്രാർത്ഥിക്കുന്നില്ല. നിസ്വാർത്ഥമായിട്ട് നിഷ്കാമനായിട്ടുള്ള പ്രേമഭാവമാണ് വൃത്രാസുരന്. നോക്കൂ, വൃത്രാസുരനെ തന്നിലേക്ക് അടുപ്പിക്കാൻ കണ്ട ഭഗവാന്റെ മാർഗം. ഏതായാലും ആ വജ്രായുധമൊക്കെ എടുത്ത് ദേവേന്ദ്രൻ ആ ഗംഭീരായിട്ട് ആനപ്പുറത്ത് അങ്ങനെ ചെന്നു എന്നാണ് കഥ. വൃത്രാസുരനും അതെ.
തൻ്റെ ആൾക്കാരോട് കൂടിയിട്ട് ഗംഭീരമായിട്ട് യുദ്ധത്തിന് ചെന്നു. ധാരാളം അസുരന്മാർ എല്ലാവരും കൂടി യുദ്ധത്തിന് ചെന്ന സമയത്ത് ഒരു ഭാഗത്ത് ദേവേന്ദ്രൻ ഐരാവതത്തിൻ്റെ പുറത്ത് കയറി വജ്രായുധമായിട്ട് യുദ്ധത്തിന് വന്നിരിക്കണു. ഇനി അതുകൊണ്ട് ഇന്ദ്രശത്രോ വിവർദ്ധസ്വ എന്നാണ് മന്ത്രം ചൊല്ലിയിരിക്കണത്. അതും കൂടി നമ്മൾ ഒന്ന് ആലോചിക്കണം. വേദമന്ത്രങ്ങളൊക്കെ ചെല്ലണ സമയത്ത് അത് വേണ്ട പോലെ അല്ല ചെല്ലിയതെന്നുണ്ടെങ്കിൽ ഫലം തിരിച്ചു വരും എന്ന് പറയുകയാണ്. ആ ചെല്ലണതായിട്ടുള്ള സ്വരം ഇപ്പം നമ്മളുടെ ഭാഷയിൽ അറിയണ ഭാഷയിൽ പറഞ്ഞാൽ രാഗത്തിന് ലേശൊരു വ്യത്യാസം വന്നാൽ മതി, അർത്ഥം മാറും എന്നാണ് വേദത്തിൽ. ചില അല്ലേ നീട്ടിച്ചെല്ലേണ്ട ഭാഗം, ചുരുക്കി ചെല്ലേണ്ട ഭാഗം ഒക്കെ ഉണ്ടല്ലോ. അത് നേരാവണ്ണം ജപിച്ചിട്ടില്ലെങ്കിൽ നേരെ വിപരീതാവും അർത്ഥം. ഇന്ദ്രശത്രോ വിവർദ്ധസ്വ, ഇന്ദ്രൻ്റെ ശത്രുവായ അങ്ങ് വർദ്ധിച്ചു വരൂ എന്ന് പ്രാർത്ഥിച്ചത് എന്തായി? ഇന്ദ്രശത്രോ വിവർദ്ധസ്വ. ഇന്ദ്രനായി അതിൻ്റെ ഗുണം ആ സ്വരം പഴച്ചതുകൊണ്ട്. അതുകൊണ്ടാണ് വൃത്രാസുരനെ കൊല്ലാൻ സാധിച്ചത്. ഭഗവാന്റെ സങ്കല്പല്ലേ എന്തായാലും ജയിക്കുള്ളൂ. ഏതായാലും അങ്ങനെയുള്ള ദേവേന്ദ്രനായിട്ടാണ് വൃത്രാസുരൻ്റെ ആ ജന്മം പറഞ്ഞതാ. എന്താ വൃത്രാസുരനെ അങ്ങനെ കണ്ടാൽ മതി, എന്നാൽ തന്നെ ദേവന്മാർക്ക് അതിയായ ഭയമാണ്. അവർക്കൊന്നും ധൈര്യം ഇല്ലാണ്ടായി. അങ്ങനെയാണ് യുദ്ധത്തിന് അവർ നിൽക്കണത്. പക്ഷേ ആനപ്പുറത്ത് ദേവേന്ദ്രൻ ആ വജ്രായുധമായിട്ട് വന്ന സമയത്ത് അസുരന്മാരൊക്കെ പേടിച്ചോടി എന്നാണ് അടുത്ത കഥ പറയുന്നത്. അടുത്ത അധ്യായത്തിൽ എന്തൊരു ശക്തിയാ വൃത്രാസുരന്. ആ കൂട്ടുവായി അങ്ങനെ ഇട്ടണ സമയത്ത് എന്താ ഒരു ശബ്ദം. അതൊക്കെ കണ്ടാൽ വായ പൊളിക്കണുണ്ടായി. ആകാശം അങ്ങനെ അദ്ദേഹത്തിൻ്റെ വായയിൽ ഇറങ്ങി പോവുമോ തോന്നും, അത്രയും വലിപ്പാണ്. അങ്ങനെയൊക്കെ ഉള്ളത്. ആ വൃത്രാസുരനെ വിട്ട് ആ അസുരന്മാരൊക്കെ ഓടിപ്പോയി എന്നാണ് കഥ. വൃത്രാസുരൻ ഒന്നങ്ങനെ ചിരിച്ചു. വൃത്രാസുരൻ്റെ ആൾക്കാർ അസുരന്മാരെ ഓടിപ്പോണ സമയത്ത് ദേവന്മാർ പിന്നാലെ ചെന്ന് യുദ്ധം ചെയ്യുക. 2 പേരോടും ഒരേപോലെ പറയാനുള്ളത് പറഞ്ഞു എന്നാണ് വേറൊരു കഥ. എന്താ അത്? അസുരന്മാരോട് പറഞ്ഞു, നിങ്ങളെങ്ങടാ ഓടണേ? അതാണ് ആ പൗരുഷം. ഭയം എന്നുള്ളതല്ല, ലേശല്ല. അവരവർ ചെയ്യാനുള്ളത് ചെയ്യുക എന്നുള്ളതാണ് വൃത്രാസുരൻ്റെ അഭിപ്രായം. യുദ്ധത്തിനാണോ വന്നത്? എന്നാൽ ജയപരാജയങ്ങൾ അത് ഗുരുവായൂരപ്പൻ്റെ കയ്യിലാണ്. നമ്മൾ ചെയ്യേണ്ട നിഷ്കാമമായിട്ട് ചെയ്യുക. ഒരസുരൻ്റെ അഭിപ്രായമാണ്, വാക്കാണ്, പ്രവൃത്തിയാണ് ഇവിടെ പറയണത്. ദേവന്മാരുടെ അല്ല, അത് മനസ്സിലാക്കണം. അതാണ് തൻ്റെ ഒരു ഭക്തൻ ആരായിട്ട് ജനിച്ചാലും അത് എങ്ങനെയാണെങ്കിലും, ഇപ്പം മലയാള ഭാഷയിൽ പറഞ്ഞാൽ പൂച്ച 4 കാല് കുത്തി വീഴണ പോലെയാണ് എന്നാ പറയുക. പൂച്ച എങ്ങനെ വീണാലും 4 കാല് കുത്തിയിട്ടേ വീഴുള്ളൂ എന്ന് പറയും പണ്ടുള്ളവർ. അതുപോലെയാണ് എന്തായിട്ട് ജനിച്ചാലും. ഇപ്പം കാട്ടാളൻ്റെ കഥ കേട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മം പറയണില്ല, അതുകൊണ്ടാണ്. നേരെ മറിച്ച് ഇനിയിപ്പോൾ വൃത്രാസുരൻ്റെ പൂർവ്വജന്മം കേട്ടാലോ? ഒരു നാളരനാഴിക ചിന്ത ചെയ്യുവോ. അദ്ദേഹം കഴിഞ്ഞ ജന്മം ചെയ്ത ഉപാസനയാണ്, അതവിടെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ആ ഫലം മുഴുവൻ ഇപ്രാവശ്യം എല്ലാവരും ഈശ്വര ഇയാളൊന്ന് ചത്ത് കിട്ടിയാൽ മതി എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണ സമയത്തും സകല നന്മകളും വൃത്രാസുരനിൽ നമുക്കങ്ങനെ തെളിഞ്ഞ് കാണാം. വൃത്രാസുരൻ എന്താ അസുരന്മാരോട് പറയണത്? നിങ്ങളെങ്ങടാ ഓടണത്? ഹേയ്, പേടിയാവണു, ഞങ്ങൾക്ക് മരിച്ചു പോവും. ദേവന്മാർ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയിട്ടാണ് യുദ്ധത്തിന് വന്നത് എന്ന് പറയുകയാണെങ്കിൽ ആരാ മരിക്കാത്തവർ? ജനിച്ചാൽ മരണം ഉണ്ടെന്ന് ഉറപ്പല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മളെല്ലാവരും മരിക്കും. ജാതസ്യ മൃത്യുർധ്രുവേഷ സർവത പ്രതിക്രിയായസ്യ നചേഹ ക്ലിപ്ത ലോകോ യശശ്ചാധ തതോ യദിഹ്യമും കോ നാമ മൃത്യും ന വൃണീത യുക്തം. അതാണ് ആ ജീവിച്ചിരിക്കുന്ന സമയത്ത് സൽപ്പേര് സമ്പാദിക്കുക. വിവേകമുള്ളവരതാ വിചാരിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് യുദ്ധം ചെയ്യൂ എന്ന് പറയാണ്. ഏറ്റവും നിങ്ങൾക്ക് നല്ലൊരവസരമാണ് കിട്ടിയിരിക്കുന്നത്. വൃത്രാസുരൻ പറയാണ്, എന്താ അത്? ഇപ്പോൾ ഇതിൽ വീരമൃത്യു വരിക്കാം, യുദ്ധത്തിൽ അങ്ങോട്ട് മരിച്ചാൽ. നേരെ മറിച്ച് ഓടിയാലോ? നാണം കെട്ട ജീവിതാവില്ലേ? മരണം എന്നുള്ളത് എന്തായാലും വരും ചെയ്യും. അപ്പം നിങ്ങൾ പേടിച്ചോടാണ്ട് വേണ്ടത് മഹർഷിയെ പോലെ
ഭഗവാനെ ധ്യാനിച്ച് ഭഗവാനിൽ ചേരുക വേണ്ട. നമുക്കെന്തായാലും അതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം പിന്നെ വേറൊരു നല്ല അവസരം കിട്ടിയിട്ടുണ്ട്. ഇപ്പം അങ്ങോട്ട് ഭഗവാനിൽ ചേർന്നുകൂടെ, ഇതല്ലേ നല്ല മരണം എന്ന് വൃത്രാസുരൻ പറയുന്നുണ്ട്. അവർക്കൊക്കെ അത് വല്ലതും കയറുന്നുണ്ടോ തലയിൽ? അവർ പേടിച്ചോടി. അപ്പോൾ അവരോട് യുദ്ധം ചെയ്യുന്നതായിട്ടുള്ള ദേവന്മാരോട് പറഞ്ഞു, നിങ്ങളെന്തിനായി പേടിച്ചോടണവരോട് യുദ്ധത്തിന് പോണത്? ധൈര്യമായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്, എല്ലാവരും വരൂ എന്നോട് യുദ്ധത്തിന് എന്ന് വൃത്രാസുരൻ ദേവന്മാരോട് നഹിഭീതവതശ്രാഘ്യോ ന സ്വർഗ്യശൂരമാനിനാം യതി വാ പ്രധനേ ശ്രദ്ധ സാരം വാ ക്ഷുല്ലകാഹൃതി. ഇങ്ങനെ നല്ല നല്ല വാക്കുകൾ പറഞ്ഞിട്ടും അവരൊക്കെ പേടിച്ചോടിക്കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒരു അട്ടഹാസം ചെയ്തു വൃത്രാസുരൻ എന്നാണ്. അതോടുകൂടി ദേവന്മാരൊക്കെ മോഹാലസ്യപ്പെട്ട് വീണു. അദ്ദേഹം ദേവന്മാർ യുദ്ധത്തിന് വരണ സമയത്തേ ആ യുദ്ധക്കളത്തിൽ അങ്ങനെ കാലിൽ നീട്ടി അങ്ങനെ സ്വസ്ഥമായിട്ട് ഇരിക്കുക വൃത്രാസുരൻ. ആർക്ക് കഴിയും? അവിടുന്ന് അങ്ങോട്ട് എണീട്ട് ആ ദേവന്മാരുടെ ആ സൈന്യത്തിൽ കൂടി 1-2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോഴേക്ക് ആന വാഴക്കൂട്ടത്തിൽ കയറിയ പോലെയായി എന്നാണ് ആ കഥ. അത്രയും വലിയ ശരീരമാണ് വൃത്രാസുരൻ്റെ. അപ്പോൾ എല്ലാം കൊണ്ടും ചുരുക്കം പറഞ്ഞാൽ ദേവേന്ദ്രന് ഭയാവുക ചെയ്തത്. യുദ്ധം തുടങ്ങിയപ്പോഴോ അങ്ങടെ ആദ്യം ഒരു ഗതി അയച്ചു വൃത്രാസുരൻ്റെ നേരെ. വൃത്രാസുരൻ ആ ഗത അങ്ങോട്ട് പിടിച്ച് പൊട്ടിച്ച് അങ്ങോട്ട് കളഞ്ഞു. അതുകൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റണില്ല. അത് കഴിഞ്ഞപ്പോൾ വൃത്രാസുരൻ്റെ അട്ടഹാസം കേട്ടപ്പോഴും അതെ ദേവേന്ദ്രൻ തൻ്റെ കയ്യിലുള്ള ആയുധം കൊണ്ട് ഐരാവതത്തിൻ്റെ മണ്ടയ്ക്ക് ഒരടി അങ്ങനെ കൊടുത്തു വൃത്രാസുരൻ. ഐരാവതം ദേവേന്ദ്രനെയും കൊണ്ട് പേടിച്ചോടി എത്രയോ ദൂരം. ഒക്കെ എല്ലാം കൊണ്ടും ദേവേന്ദ്രന് ഭയങ്കര ഭയായി, വൃത്രാസുരനെ ബഹുമാനായി. ഇത്രയൊക്കെ ആയിട്ടും വൃത്രാസുരൻ ദേവേന്ദ്രനോട് പറയുകയാണ്. ആദ്യം തന്നെ വൃത്രാസുരൻ പറയുകയാണ് ഹാ 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 എന്നും പറഞ്ഞു ഉറക്കിയൊരു ചിരി അങ്ങനെ ചിരിച്ചു എന്നാണ്. ദേവേന്ദ്രൻ്റെ ഭയം, ഭീരുത്വം ഇതൊക്കെ കണ്ടിട്ട് എന്നിട്ട് പറയുകയാണ്, എന്തായാലും ദേവേന്ദ്ര, അങ്ങേ എനിക്ക് യുദ്ധത്തിന് കിട്ടിയത് എൻ്റെ വലിയൊരു ഭാഗ്യമാണ് എന്നാണ് പറയണത്. വൃത്രാസുരൻ്റെ ആ ഒരു വാക്കുണ്ടല്ലോ. കാരണം എപ്പോഴും യുദ്ധം ചെയ്യണത് പരമദുഷ്ടന്മാരോടാണെന്നുണ്ടെങ്കിൽ തച്ച് കൊല്ലാനൊരു സുഖമുണ്ട് എന്നാണ് പറയണത്. അങ്ങേപ്പോലെ ഇത്ര പരമദുഷ്ടൻ വേറെ കിട്ടില്ല അടിച്ചു കൊല്ലാൻ. അങ്ങനെ അങ്ങോട്ട് പറയണ്ടേ? ആരോടാ പറയണത്? സ്വർഗലോകത്തെ ദേവേന്ദ്രനോടാ പറയണത്. എന്നാ കളവൊന്നും പറയണില്ല, വളരെ സത്യ. എന്താ അങ്ങനെ പച്ചയിൽ പറയാൻ കാരണം? യോ ബ്രഹ്മ ഗുരുഹ ഭ്രാതൃഹാച്ച എന്നാണ്. അങ്ങേപ്പോലെ എന്ത് പാപം ചെയ്യാനും സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് ആരെ അടിച്ചു കൊല്ലാനും ഒരു വിഷമില്ലാണ്ട്, എന്ത് മഹാപാപം ചെയ്യാനും ഒരു നാണമില്ലാണ്ട്, ഇതൊക്കെ ഭാഗവതത്തിൽ വായിക്കുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇന്ന് അതൊക്കെ തന്നെയല്ലേ നടക്കണത്. നമ്മൾ ലേശം ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇതൊന്നും എന്നോ കഴിഞ്ഞ കഥകളല്ല, ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഏത് വഴിയെ സഞ്ചരിക്കണം എന്ന് മാത്രമേ നമ്മൾ ആലോചിക്കണ്ടൂ. അതാണ്. അപ്പോൾ അങ്ങക്ക് എന്ത് ചെയ്യാനും ഒരു വിഷമമില്ല. അതുകൊണ്ട് അങ്ങേ അടിച്ചു കൊല്ലാൻ പരമസുഖ. ധൈര്യം ഉണ്ടെങ്കിൽ യുദ്ധത്തിന് വന്നോളൂ. അങ്ങേ കൊന്ന് ഞാൻ എൻ്റെ കടമ നിർവഹിക്കാൻ പോണു. എന്തായാലും എന്നെ സൃഷ്ടിച്ചത് അങ്ങേ കൊല്ലാൻ വേണ്ടിയിട്ടാണല്ലോ. അങ്ങേ കൊന്ന് ഞാൻ ഭൂതബലി നടത്താൻ പോണു എന്നാണ്. എൻ്റെ കടമ നിർവഹിക്കാൻ പോണു. സുരേഷ കസ്മാം നഹിനോഷി വജ്രം പുരസ്ഥിതേ വൈരിണിമയി അമോഘം മാ സംശയിഷ്ഠ ന ഗദേവ വജ്രം സ്യാം നിഷ്ഫലം കൃപണാർത്ഥേവ യാജ്ഞ. ഇനി ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ അങ്ങേ കൊല്ലും എന്ന് പറഞ്ഞു, വലിയ ഉറപ്പൊന്നുമില്ല. ആർക്കാ ജയം ആർക്കാ പരാജയം ഇത് ഭഗവാനാണ് നിശ്ചയിക്കാൻ. അങ്ങയ്ക്ക് ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. അങ്ങനെയാണല്ലോ ഈ വജ്രായുധം സമ്പാദിച്ചിരിക്കുന്നത്. വജ്രായുധം കൊണ്ട് അങ്ങ് എന്നെ കൊന്നോളൂ, വജ്രായുധം വെറുതെ ആവില്ല. അപ്പോഴും നല്ലതാ. എന്താ അത്? തേനൈവ ശത്രും ജഹി വിഷ്ണുയന്ത്രിതോ യഥോ ഹരിർവിജയ ശ്രീർഗുണാസ്തത. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങേ ജയിക്കൂ.
എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ജയോ ഭൂതിർ ധ്രുവാനീതിർമതിർമമ എന്ന് പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീതയിൽ. അപ്പം ഭഗവാന്റെ അനുഗ്രഹം എവിടെ ഉണ്ടോ അവിടെയാണ് ജയം ഉണ്ടാവുക. അതുകൊണ്ട് അങ്ങ് ജയിക്കും, ധൈര്യമായിട്ട് യുദ്ധം ചെയ്തോളൂ. പക്ഷേ അപ്പോഴും എനിക്കാണ് ലാഭം. എന്താത്? അഹം സമാധായ മനോയഥാഹ സംഘർഷണസ്തച്ചരണാരവിന്ദേ ത്വദ്വജ്രരംഹോ ലുളിതഗ്രാമ്യപാശോ ഗതിം മുനേരിയാമ്യപവിദ്ധലോക. അങ്ങ് എന്നെ അങ്ങോട്ട് കൊന്നാലുണ്ടല്ലോ എനിക്ക് പരമസമാധാനായി. അങ്ങയ്ക്ക് നല്ലതാ, എനിക്കും നല്ലതാ. എന്താ? അങ്ങേ കൊല്ലണേക്കാൾ ഗുണമുണ്ട് എന്നെ കൊന്ന എൻ്റെ ഈ വലിയ ശരീരം. അതെത്രയോ ജീവജാലങ്ങൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോഴും എൻ്റെ കടമ തീരണു. എത്രയോ പക്ഷി മൃഗാദികൾക്ക് ഭക്ഷണമായിട്ട് കിട്ടുമല്ലോ. അങ്ങനെയും എനിക്ക് എൻ്റെ കടം വീട്ടാം. പോരാ, ഗതിമുനേര്യാമ്യപവിദ്ധ ലോക. എനിക്ക് വേഗം എൻ്റെ മഹാപ്രഭുവിൻ്റെ ലോകത്തിലേക്ക് എന്നെ വേഗം അങ്ങ് പറഞ്ഞയക്കൂ. അങ്ങനെയാണെങ്കിലും എനിക്കാ ലാഭം. പുംസാം കിലൈകാന്തധിയാം സ്വകാനാം. അത്ര അങ്ങോട്ട് പറഞ്ഞപ്പോഴേക്കുണ്ടല്ലോ ആ സംഭാഷണത്തിൻ്റെ ഗതി മാറി. വൃത്രാസുരൻ്റെ പുംസാം കിലൈകാന്തധിയാം സ്വകാനാം യാ സമ്പദോ ദിവി ഭൂമൗ രസായാം നരാദി യദ്വേഷ ഉദ്വേഗ ആധി മദ കലിർ വ്യസനം സംപ്രയാസ. വൃത്രാസുരൻ പറയാണ്, പുംസാം കിലൈകാന്തധിയാം സ്വകാനാം. അങ്ങ് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഭഗവാൻ തൻ്റെ സ്വന്തം ആൾക്കാർക്ക്, ഭഗവാന്റെ ആൾക്കാരെ എങ്ങനെയുള്ളവരാ? അതോ പിന്നെ ഏകാന്തധിയാം സ്വകാനാം. ഭഗവാന്റെ ഭക്തന്മാരൊക്കെ ഒന്നേ മോഹിക്കാറുള്ളൂ, ഭഗവാനെ മാത്രമേ മോഹിക്കാറുള്ളൂ, വേറെ ഒന്നും മോഹിക്കാറില്ല. അതുകൊണ്ട് ഭഗവാൻ തൻ്റെ ഭക്തന്മാർക്കൊക്കെ ഈ അങ്ങ് മോഹിക്കണതൊന്നും കൊടുക്കില്ല. യാ സമ്പദോ ദിവി ഭൂമൗ രസായം. ഏതൊക്കെ തരത്തിലുള്ള ഐശ്വര്യം ഉണ്ട് ഭഗവാന്റെ കയ്യിൽ അല്ലേ? ഭൂമിയിലുള്ള ഐശ്വര്യങ്ങൾ, പല പല സ്ഥാനങ്ങൾ, ഭൂമിക്ക് കീഴിലുള്ള ലോകങ്ങൾ പഞ്ചമസ്കന്ധത്തിൽ നമ്മൾ കേൾക്കണില്ലേ? അവിടെയൊക്കെ പരമസുഖാന്നാണ് പറയണത്. അപ്പോൾ അവിടുത്തെ ഐശ്വര്യങ്ങൾ, ഭൂമിക്ക് മീതെയുള്ള ലോകങ്ങളിലെ ഐശ്വര്യങ്ങൾ, അതൊന്നും ഭഗവാൻ തൻ്റെ ഭക്തന്മാർക്ക് കൊടുക്കാറില്ല. അതെന്താ അങ്ങനെ? അതൊരു വിരോധാഭാസമല്ലേ? തൻ്റെ ഭക്തന്മാർക്ക് വലിയ വലിയ സ്ഥാനങ്ങൾ കൊടുക്കല്ലേ ഭഗവാൻ? അതാണ് ഭഗവാന്റെ പ്രത്യേകത. നരാദിയദ്വേഷ ഉദ്വേഗ ആധി മദക്കലിർവ്യസനം സംപ്രയാസ. ഭഗവാൻ അറിയാം തൻ്റെ ആൾക്കാർക്ക് അതൊക്കെ കൊടുത്ത് ബുദ്ധിമുട്ടിക്കാനേ ഭഗവാന് കുറച്ച് ചേതണ്ടെന്നാണ് വൃത്രാസുരൻ പറഞ്ഞത്. തൻ്റെ ഭക്തന്മാർക്ക് അത് കൊടുക്കില്ല. അതൊക്കെ കൊടുത്താൽ അവർക്ക് എപ്പോഴും ദുഃഖമായിരിക്കും, ഒരു തരത്തിലുള്ള ദുഃഖങ്ങൾ. ദ്വേഷഭാവം, ഉദ്വേഗം, എപ്പോഴും പരിഭ്രമം, ആധി അഹങ്കാരം, ദേഷ്യം, ഇതൊക്കെയല്ലേ ഈ ഐശ്വര്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോണത്. അപ്പം ഈ വക പലതരത്തിലുള്ള വിഷമങ്ങൾ തൻ്റെ ഭക്തന്മാർക്ക് ഭഗവാൻ കൊടുക്കില്ല എന്ന് പറയുകയാണ്. ത്രൈവർഗികായാസ വിഘാതം അസ്മൽപതിർവിധത്തെ പുരുഷസ്യ ശക്ര തതോനുമേയോ ഭഗവൽ പ്രസാദോ യോ ദുർലഭോ കിഞ്ചന ഗോചരോന്യേ. അയ്യോ, അപ്പോൾ ഒന്നും കൊടുക്കില്ലേ ഭഗവാൻ തൻ്റെ ഭക്തന്മാർക്ക്? കൊടുക്കൂലോ. ഇതിൻ്റെയൊക്കെ മീതെ ഒരു സമ്മാനങ്ങൾ ഭഗവാൻ എടുത്തു വച്ചിട്ടുണ്ട്. തതോനുമേയോ ഭഗവൽ പ്രസാദോ. ഭഗവൽ പ്രസാദ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ മോള. ആ ഭഗവൽ പ്രസാദേ ഭഗവാൻ തൻ്റെ ഭക്തന്മാർക്ക് കൊടുക്കുള്ളൂ. ഒരു തരത്തിലും ദുഃഖങ്ങളില്ലാത്തതായിട്ടുള്ള ആ ആനന്ദം ഉണ്ടല്ലോ, സച്ചിദാനന്ദം. ആ സച്ചിദാനന്ദേ ഭഗവാൻ തൻ്റെ ഭക്തന്മാർക്ക് കൊടുക്കാറുള്ളൂ. ശക്ര, ഹരേ, ഹരി എന്നൊരു പേരുണ്ട് ശക്രന്, ദേവേന്ദ്രന്. അതുകൊണ്ട് ഹരേർദധീചേസ്തപസാച തേജിത. ഹരേ ഹരേ എന്നാണ് ദേവേന്ദ്രനെ വിളിക്കണത് വൃത്രാസുരൻ. അങ്ങയുടെ കയ്യിലുള്ള ഈ വജ്രായുധം ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഹരേ എന്നാണ് ദേവേന്ദ്രനെ വിളിക്കണത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി? അതോ ഹരേ ഹരേ എന്ന് ദേവേന്ദ്രനെ വിളിച്ച കുറച്ച് കഴിഞ്ഞപ്പോൾ ദേവേന്ദ്രനല്ല, വൃത്രാസുരൻ്റെ മുമ്പിൽ സാക്ഷാൽ ശ്രീഹരിയായി, ഗുരുവായൂരപ്പനായി.
അതാണ് വ്യത്യാസം. നമുക്ക് ഭഗവാന്റെ മുമ്പ് ചെന്നാലും ഭഗവാനെ പറ്റിയുള്ള ശ്ലോകം ചൊല്ലി ഭഗവാനെ പറ്റി പറയുകയും ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സ് എവിടെയോ ഓടിപ്പോണു. ഇതാണ് നമ്മളുടെ ഒരു സമ്പ്രദായം. നേരെ മറിച്ച് ഭക്തന്മാരോ അവർക്ക് നേരെ മറിച്ചാണ്. അവർക്ക് എന്ത് പറയുമ്പോഴും പറഞ്ഞ് അവരുടെ മനസ്സ് ഭഗവാനിലേക്കാണ് എത്തുക. ഇതാണ് ഭക്തിയുടെ ശരിയായ ഭക്തിയുടെ ഒരു ലക്ഷണം. ദർശനേ ശ്രവണേ സ്പരിശനേ ഭാഷണേ ദ്രവീഭവതി സസ്നേഹ പ്രേമഭക്തി എന്ന് പറയുന്നത് അതാണ്. എന്തെങ്കിലും ഇപ്പോൾ ഗോപസ്ത്രീകളുടെയൊക്കെ കഥ പറയണില്ലേ, അവരൊക്കെ എന്തെങ്കിലും വിൽക്കാൻ വേണ്ടി പുറത്തേക്ക് പാലും വെണ്ണയൊക്കെ എടുത്ത് പുറപ്പെട്ടാൽ അവർക്ക് എന്താ തോന്നുക? അതോ ആദ്യം അവർ ചോദിക്കൂത്രേ, അമ്മ പാല് വേണോ വെണ്ണ വേണോ? നാഴിക്ക് 4 അണ, പഴയ ഭാഷയിൽ പറഞ്ഞാൽ നാഴിക്ക് 4 അണ വേണോ അമ്മ എന്ന് ചോദിക്കണ കൂട്ടത്തിൽ അവർ പാല് വേണോ വെണ്ണ വേണോ എന്ന് ചോദിക്കണ ആ ഗോപസ്ത്രീകൾ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചോദിക്കും? അമ്മ ഗോപാലനെ വേണോ ഗോവിന്ദനെ വേണോ എന്ന് ചോദിച്ചു തുടങ്ങും എന്നാണ്. ഗോവിന്ദ ദാമോദര മാധവേദി, ഗോവിന്ദനെ വേണോ മാധവനെ വേണോ എന്ന് ചോദിച്ചു തുടങ്ങണു. എന്താ കാരണം? ദർശനേ, എന്തെങ്കിലും ഒന്ന് കണ്ടാൽ മതി, ഒരു പശുക്കുട്ടിയെ കണ്ടാൽ മതി, അപ്പോഴേക്കും അവർക്ക് ഓർമ്മ വരികയാണ് എവിടെയാ കണ്ണൻ. അവർക്ക് ഒരു പീലി കണ്ടാൽ മതി. ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴേക്ക് അവർക്ക് ഓർമ്മ വന്നു ഭഗവാനെ, അവരുടെ മനസ്സ് ഭഗവാനിൽ ലയിച്ചു. ഇതാണ് ആ ശരിയായ ഭക്തിയുടെ ലക്ഷണം. വൃത്രാസുരനിൽ കൂടിയിട്ട് നമുക്ക് കാണിച്ചു തരികയാണ്. അതുകൊണ്ട് എന്തായി, ആ വൃത്രാസുരന് ഭഗവാന്റെ ആ മാഹാത്മ്യം ലേശൊന്ന് അനുസ്മരിച്ചപ്പോഴേക്ക് സകലതും അങ്ങോട്ട് മറന്നു. എത്ര വലിയൊരു രംഗത്താ വൃത്രാസുരൻ ഇരിക്കണത് അല്ലേ. ഏതെങ്കിലും ഒരാൾ ഒരു അസ്ത്രം പ്രയോഗിച്ചാൽ മതി, വൃത്രാസുരൻ്റെ കഥ കഴിഞ്ഞു. പ്രത്യേകിച്ചും വജ്രായുധം കൊണ്ട് നിൽക്കണ ദേവേന്ദ്രനാണ് മുമ്പിൽ. എന്തായി, എത്ര ഭയം വേണം? പക്ഷേ നോക്കൂ, നിർഭയനായിട്ട് ആനന്ദലോലുപനായിട്ടാണ് ഭഗവാനെ, തൻ്റെ സർവസ്വമായിട്ടുള്ള ഭഗവാനെ കാണുമ്പോൾ, ആ ഭഗവാനെ ഓർമ്മ വരുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഭയപ്പെടുക? ആ ആനന്ദത്തിലാണ് വൃത്രാസുരൻ ലയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്തായി, വൃത്രാസുരന് അതായി പിന്നെ സംഭാഷണം. ഗോവിന്ദ ദാമോദര മാധവേദി എന്ന് പറയണ പോലെ അഹം ഹരേ തവ പാദൈകമൂല ദാസാനുദാസോ ഭവിതാസ്മി ഭൂയ മനസ്മരേതാസു പതേർഗുണാംസ്തേ ഗൃണീതവാ കർമ്മ കരോതുകായ. അഹം ഹരേ, ഭഗവാനെ ഞാൻ അവിടുത്തെ ദാസാനുദാസനാണ്, എന്നെ അത് അങ്ങനെ ആക്കിയിട്ട് അനുഗ്രഹിച്ചാൽ മതിയേ, വേറെ ഒന്നും എനിക്ക് ആവശ്യമില്ലേ. ഭഗവാനെ വിളിക്കണ സമയത്ത് വൃത്രാസുരനെ തോന്നുക, എന്തിനാ വൃത്രാസുര എന്നെ വിളിക്കണത്? യുദ്ധത്തിലെ ജയത്തിന് വേണ്ടിയിട്ടാണോ? ഏയ് അല്ലേ അല്ല. നാഗപൃഷ്ഠം ന ചപാരമേഷ്ഠ്യം ന സാർവഭൗമം നരസാധിപത്യം ന യോഗസിദ്ധീര പുനർഭവം വാ സമഞ്ജസത്വ വിരഹയ്യകാംക്ഷേ. സമഞ്ജസ എന്നാണ്. അവിടത്തേക്ക് മാത്രമേ ഞാൻ എന്താ വിചാരിക്കണത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ആനന്ദമൂർത്തിയെ പ്രാണനാഥ എന്നൊക്കെയാണ് ഭഗവാനെ വിളിക്കണത്. അവിടുത്തേക്ക് അറിയാലോ, എനിക്കിതൊന്നും ആവശ്യമില്ല, എനിക്ക് അവിടുത്തെ മാത്രം വിരഹത്തോടുകൂടി ഞാൻ അവിടുത്തെ കാത്തിരിക്കണു എന്ന് പറയുകയാണ്. ഇതാണ് വൃന്ദാവനത്തിലത്തെ ഗോപസ്ത്രീകളുടെ അവസ്ഥയും. അതാണ് അത്രമാത്രം ഉയർന്ന ആ വൃത്രാസുരൻ്റെ ഭക്തിയാണ് നമുക്ക് പരിചയപ്പെടുത്തി തരണത്. ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്ന് മധുരയ്ക്ക് പോയതിൻ്റെ ശേഷം രാധാദേവി മോഹാലസ്യപ്പെട്ട് കിടക്കുക. മിക്ക സമയവും മോഹാലസ്യത്തിലാണത്രേ. പക്ഷേ ഇടയ്ക്ക് ചെറിയൊരു ഉണർവ് വരും. എപ്പോഴാണ് ഒന്ന് ഉണരണതെന്നോ? പതതി പതത്രേ വിചലതി പത്രേ ശങ്കിത ഭവതുപയാനം എന്നാണ് അഷ്ടപതിയിൽ പറയണത്. ഒരു പക്ഷി പറക്കുക, ഒരുണങ്ങിയല്ല, വിഴണ ശബ്ദം ഒക്കെ കേൾക്കുമ്പോഴേക്ക് ശ്രദ്ധിക്കുകയും ശ്യാമസുന്ദരൻ തൻ്റെ അടുത്തേക്ക് വരികയാണോ? അപ്പോഴാണത്രേ ഒന്ന് കണ്ണുമിഴിച്ച് നോക്കുക. അതാണ് സമാനഖ്യായതേ ഇത് സഖ എന്ന് പറയുന്നുണ്ട്. ആരാ
ശരിയായ നമ്മളുടെ സഖാവ്? നമ്മളെ പൂർണ്ണമായിട്ട് അറിയണ ആളാണ് നമ്മളുടെ സഖാവ്. ഇത് ഭഗവാനല്ലാണ്ട് ആരാണ് എന്ന് ചോദിക്കുകയാണ്. അതാണ് വന്യശ്രീവനമാല തന്നറുമണം തെണ്ടിത്തിരഞ്ഞോ മനത്തന്നൽ കുഞ്ഞു കുഴഞ്ഞു വീണ യമുനാകൂലത്തിലൊറ്റക്കിതാ നിന്നെ തന്നെ നനച്ചുകൊണ്ടിവിടെ ഞാൻ നിൽപ്പാണമാന്തം കളഞ്ഞൊന്നിങ്ങോട്ടെഴുന്നള്ളുകൻ്റെ മധുരം പെയ്യുന്ന നീലാഭ്രമേ. അങ്ങനെയാണല്ലോ നമുക്ക് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരെ കണ്ട് വർത്തമാനം പറയുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക? ഒറ്റയ്ക്ക് മതി, വേറെ ആരും വേണ്ട ആ സമയത്ത് നല്ലേ നമ്മൾ വിചാരിക്കണത്. അതാണ് പറയണത്, യമുനാകൂലത്തിലൊറ്റയ്ക്കിതാ നിന്നെ തന്നെ നനച്ചുകൊണ്ടിവിടെ ഞാൻ നിൽപ്പാണ് അമാന്തം കളഞ്ഞൊന്നിങ്ങോട്ടെഴുന്നള്ളുകൻ്റെ മധുരം പെയ്യുന്ന നീലാഭ്രമേ. അതാണ് ആ പ്രാർത്ഥന. എന്നാ അപ്പം നമ്മൾ ചോദിക്കും, എന്തിനാണ് എന്നാ ഭക്തന്മാർക്ക് പണ്ട് എന്താണ് വില്വങ്കലം സ്വാമിയാരും അതെ ഇങ്ങനെയാണ് നടന്നിരുന്നത്. ഭഗവാനെ പത്മനാഭനെ ഇടത്തെ കൈ കൊണ്ട് മാറ്റിയെന്ന കഥ. നേദിക്കണ സമയത്തേ നേദിക്കാൻ സമ്മതിക്കില്ല. അതിൻ്റെ മുമ്പ് ആൾ വന്ന് ഇതൊക്കെ എടുത്ത് കഴിക്കും. അപ്പോൾ ഒരിക്കൽ കുറച്ച് ദേഷ്യം വന്നു എന്നാണ്. മാറി നിൽക്കൂ ഉണ്ണി എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ ഇടത്തെ കൈ കൊണ്ട് മാറ്റി ഇത്രേ. അപ്പോൾ ആഹാ വില്വങ്ങൾ എന്നെ ഇടത്തെ കൈ കൊണ്ട് മാറ്റിയില്ലേ? എപ്പോഴാ കേഴുന്നിതൻ അൽപ്പരസക്കുടുക്കെ. അൽപ്പരസം കലശല ഭഗവാന്. അതൊക്കെ കാണേണ്ടവർക്കേ കാണാനും പറ്റുള്ളൂ കേട്ടോ. ഇനി എന്നെ കാണുന്നുണ്ടെങ്കിൽ അനന്തം കാട്ടിൽ വരണം എന്നാണ്. പിന്നെ ഒരു നടപ്പുണ്ട് കുറച്ച് കാലം വില്വങ്കലം സ്വാമിയാരുടെ അമൂന്യധന്യാനി ദിനാന്തരാണി ഹരേ ത്വദാലോകനമന്തരേണ അനാഥബന്ധോ കരുണൈക സിന്ധോ ആഹന്ത ആഹന്ത കഥം നയാമി അമൂന്യധന്യാനി. ദിവസങ്ങൾ പോണു, പകലാവണു, രാത്രിയാവണു, വീണ്ടും പകലാവണു. അവിടുത്തെ കാണാണ്ട് ദിവസങ്ങൾ പോവുകയാണല്ലോ. എന്നാണ്, എവിടെ വെച്ചാണ്, എപ്പോഴാണ് അവിടുത്തെ കാണാൻ പറ്റുക? ഈ ഒരു ഭാവന മാത്രമായി. അതുപോലെയാണ് അപ്പം വൃത്രാസുരനും അജാതപക്ഷ ഇവ മാതരം ഖഗ സ്തന്യം യഥാ വത്സതരാക്ഷുതാർത്ഥ. ആ വക ഉദാഹരണമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷികൾക്ക് ചിറക് മുളച്ചാൽ പിന്നെ അച്ഛനമ്മമാരോട് സ്നേഹമില്ല. പശുക്കുട്ടിക്കും അതെ, വലുതായി കഴിഞ്ഞാൽ പിന്നെ അച്ഛനമ്മമാരോട് സ്നേഹമില്ല. അതുപോലെയാണോ? അല്ല. പ്രിയം പ്രിയേവ വ്യുഷിതം വിഷണ്ണ മനോരവിന്ദാക്ഷതിദൃക്ഷതേത്വം. ഒരു പതിവ്രത എങ്ങനെയാണോ തൻ്റെ പ്രിയതമനെ കാത്തുകൊണ്ടിരിക്കണത്, അതൊരാവശ്യത്തിനല്ല, ആ ഒരു സാന്നിധ്യത്തിനാണ്. അതുപോലെ അടിയന്താ അവിടുത്തെ കാത്തിരിക്കുകയാണ്. ഇത്രത്തോളം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് തോന്നിയത് അതിന് എൻ്റെ അടുത്ത് വരാനുള്ള വഴിയല്ലേ വൃത്രാസുര ഞാൻ ഒരുക്കി തന്നിരിക്കണത് എന്ന് ഭഗവാൻ ചോദിക്കണ പോലെ തോന്നിയപ്പോൾ എന്തായി? അവിടുന്ന് അങ്ങോട്ട് എണീട്ടു. പിന്നെ എന്താ ഒരു പൗരുഷം. ദേവേന്ദ്രനോട് പറഞ്ഞു, കൊന്നില്ലേ എന്നെ? ഇത്ര സൗകര്യമായിട്ടുള്ള സമയം കിട്ടിയിട്ടും ഒക്കെ ഒരു പോലെയാണ്. ഭഗവാനോട് പ്രാർത്ഥിക്കണതും ദേവേന്ദ്രനോട് കൊന്നില്ലേ എന്ന് ചോദിക്കണതും ഇങ്ങനെ സമഭാവന എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. ഇതങ്ങോട്ട് വരണ്ടേ? ദേവേന്ദ്രൻ അത്ഭുതമായി. ദേവേന്ദ്രനോട് പറയണം, അങ്ങക്ക് ഉശിരി ഞാൻ ഉണ്ടാക്കിത്തരാം. ജയപരാജയങ്ങളെ ഈ ചതുരംഗം വെക്കണ സമയത്ത്, നല്ലോണം കളിക്കണ സമയത്ത് അവർക്കേ ജയം കിട്ടുള്ളൂ. അതുകൊണ്ട് വേണ്ട പോലെ എന്നോട് യുദ്ധം ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ വൃത്രാസുരൻ യുദ്ധത്തിന് വേണ്ടി അങ്ങോട്ട് തയ്യാറായപ്പോൾ ദേവേന്ദ്രനും ഗംഭീരമായിട്ടുള്ള യുദ്ധം. അതിൽ ദേവേന്ദ്രൻ വൃത്രാസുരൻ്റെ 2 കയ്യും അങ്ങോട്ട് വെട്ടി. എന്താ ഒരു കഥ! ഇത്ര വലിയ ശരീരത്തിൻ്റെ ആ 2 കയ്യും അങ്ങോട്ട് പോയാൽ ചോര അങ്ങനെ ചീറ്റില്ലേ? എന്നിട്ടും ഒരു കുലുക്കല്ല വൃത്രാസുരന്. വൃത്രാസുരൻ വായയും പൊളിച്ചങ്ങോട്ട് ചെന്നു. ദേവേന്ദ്രനെ ആനയോട് കൂടി വിഴുങ്ങി എന്നാ കഥ. നന്നായില്ലേ? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇതാണ് 2 കൂട്ടരും വിചാരിച്ചത്. വൃത്രാസുരൻ വിചാരിച്ചു, എനിക്ക് നല്ലൊരു സമയം കിട്ടിയതാ എൻ്റെ ശരീരം ഉപേക്ഷിച്ച് ഭഗവാന്റെ അടുത്തെത്താൻ. ഇപ്പം ശത്രുവിനെ അകത്താക്കി, ഇനിയിപ്പോൾ ആരോടാ യുദ്ധം ചെയ്യുക? പക്ഷേ അവർക്കാർക്കും പരിഭ്രമമൊന്നുമില്ല. അപ്പം ഇന്നലെ പറയണ കേട്ടില്ലേ, വൃത്രാസുരൻ ഭഗവാനെ ധ്യാനിച്ച് ആ
യുദ്ധക്കളത്തിൽ അവിടെ അങ്ങനെ ഇരുന്നു. ദേവേന്ദ്രനും വിചാരിച്ചു ഭാഗ്യം, എന്താ അത്, കയ്യിൽ വജ്രായുധമുണ്ട്, അപ്പോൾ പുറത്ത് കിടക്കാം. ആ വലിയ ശരീരത്തിൻ്റെ ആ വയറങ്ങോട്ട് തുരന്നു. കുറച്ചെങ്ങാനും സ്ഥലം മതിയോ? ദേവേന്ദ്രനെ മാത്രം പുറത്ത് കിടന്നാൽ പോരാ, ആനയോട് കൂടി പുറത്ത് കിടക്കണം. അപ്പോൾ കുറച്ചെങ്ങാനും വെട്ടിപ്പൊളിച്ചാൽ മതിയോ? ശരീരത്തിൻ്റെ ഇത്ര വലിയൊരു ഭാഗം തൻ്റെ ശത്രു വെട്ടിപ്പൊളിച്ചിട്ടും വൃത്രാസുരൻ്റെ ഒരു സമാധിയുടെ ശക്തി ആലോചിച്ച് നോക്കൂ. അപ്പം ഭഗവത് ഭക്തന്മാരെ ഒരു തരത്തിലുള്ള ദുഃഖങ്ങളും ബാധിക്കില്ല എന്നുള്ളതിന് ഇനി ഇതിലധികം എങ്ങനെയാ ഒരു ഉദാഹരണം പറയുക? ദേവേന്ദ്രൻ ആനയോടുകൂടി പുറത്ത് വന്നപ്പോൾ തൊഴുതു വൃത്രാസുരനെ. എങ്ങനെയാ ഇദ്ദേഹത്തിനെ കൊല്ലുക? മഹർഷിമാർ പറയണു, കൊല്ലൂ ദേവേന്ദ്ര, ഇപ്പം കൊന്നോളൂ, ഇയാൾ എണീട്ടാൽ പിന്നെ കൊല്ലാൻ പറ്റില്ല എന്ന് മഹർഷിമാർ. ദേവേന്ദ്രൻ എങ്ങനെയാ അങ്ങനെ ഒരു ഭക്തനെ കൊല്ലുക? വലിയ വലിയ ഉപദേശങ്ങൾ ദേവേന്ദ്രനും കൂടി കൊടുത്തതായിട്ടുള്ള വൃത്രാസുരനെ തൻ്റെ ശത്രുവാണെങ്കിലും എങ്ങനെ കൊല്ലും എന്നുള്ളതാണ് ദേവേന്ദ്രൻ വിചാരിക്കുന്നത്. ഏതായാലും എല്ലാവർക്കും സ്വന്തം കാര്യം സിന്ദാബാദ് എന്നാണല്ലോ. പ്രത്യേകിച്ചും ദേവേന്ദ്രനെ പോലുള്ളവർക്ക് ആ വൃത്രാസുരൻ്റെ കഴുത്ത് മുറിച്ച് താഴത്തിടാൻ ഒരു കൊല്ലെടുത്തു. അത്രയും വലിയ ശരീരമായിരുന്നു വൃത്രാസുരൻ്റെ എന്ന് പറയുകയാണ്. ആ വൃത്രാസുരൻ്റെ ശിരസ് മുറിച്ച് താഴെട്ടപ്പോഴോ വൃത്രസ്യ ദേഹാനിഷ്ക്രാന്തം ആത്മജ്യോതിരരിന്ദമ പശ്യതാം സർവലോകാനാം അലോകം സമപദ്യത. വൃത്രാസുരൻ്റെ ശരീരത്തിൽ നിന്നുള്ള തേജസ് ഭഗവാനിലേക്ക് ഉയർന്നു പോണത് എല്ലാവർക്കും കാണാൻ സാധിച്ചു. ഭഗവാനല്ലല്ലോ കൊന്നിരിക്കണത്, വേണ്ട, ആരെയാ ധ്യാനിച്ചിരിക്കണത്. അപ്പം എങ്ങനെയാണെങ്കിലും ഭഗവത് ഭക്തനാണോ, ഭക്തി സമ്പാദിച്ചിട്ടുണ്ടോ? ഒരിക്കലും നമ്മെ ഭക്ത പ്രണശ്യതി എന്ന് ഭഗവാൻ പറഞ്ഞത് വെറുതെയല്ല. എവിടെയും ഭക്തന്മാർക്കാണ് ജയം. എവിടെയാ ജയം? സംശയിക്കണ്ട, ഭക്തന്മാർക്കാണ് ജയം. ഭഗവാൻ എത്ര യോഗേശ്വര കൃഷ്ണോ, ഭക്തന്മാരുടെ അടുത്തല്ലേ ഭഗവാൻ ഉണ്ടാവുക. അപ്പം അവർക്ക് ജയമാണ്, അത് സംശയിക്കണ്ട എന്ന് വളരെ ഗംഭീരമായിട്ട് കാണിച്ചു. ഇത്രയ്ക്കൊക്കെ ആയിട്ട് ജയം ഭഗവാനാണ് കൊടുത്തത് ദേവേന്ദ്രന്. സുഖായോ ഇല്ല എന്നാണ്. എന്താ അത്? സ്വർഗത്ത് ചെന്നപ്പോഴേക്ക് ജരയാ വേപമാനാങ്കിം യക്ഷ്മഗ്രസ്താമസൃക്പടാം, ഒരു വൃത്തികെട്ട ഒരു സ്ത്രീ മേന്നിങ്ങനെ ചോരയും ചലമൊക്കെ ഒഴുകിക്കൊണ്ട് ഒരു ഭയങ്കര ദുർഗന്ധയും കൊണ്ടുള്ള ഒരു സ്ത്രീ തൻ്റെ അടുത്ത് വന്നിരിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം. മഹാപാപം. അപ്പം എന്തായി? ആ സ്വർഗം വിട്ടോടി മഹാലക്ഷ്മി ഇരിക്കണ താമരത്തണ്ടിൻ്റെ ഉള്ളിൽ പോയിരുന്നു കുറേ കാലം എന്നൊക്കെയാണ്. നോക്കണേ, ആ സമയത്തും സ്വർഗത്ത് പോയിരിക്കാൻ നമ്മളുടെ നാട്ടിൽ നിന്ന് ഒരാൾ പോയി എന്നാണ് കഥ. നഹുഷൻ. അതിൻ്റെ ഫലവും കിട്ടി. സമയം നല്ലോണം ആയതുകൊണ്ട് ആ വേഗം അങ്ങോട്ട് സമർപ്പിക്കുകയാണ് നഹുഷൻ. അതുകൊണ്ട് എന്തായി? അതാണ് വലിയ വലിയ സ്ഥാനമല്ല നമ്മൾ മോഹിക്കേണ്ടത്, ശ്രീ ഗുരുവായൂരപ്പനെയാണ് നമ്മൾ മോഹിക്കേണ്ടത് എന്ന് ഭാഗവതം. ആ ഒരു സുഗന്ധം, ആ ഒരു സുഖം, ഇതൊക്കെ മതി നമുക്ക്, അതാണ് നല്ലത്. സ്വർഗം മോഹിച്ച് ചെന്നതുകൊണ്ട് എന്തായി? നഹുഷൻ പെരുമ്പാമ്പായിട്ട് അവിടെ ചെന്നിരുന്നപ്പോൾ തോന്നിയിത്രേ ദേവേന്ദ്രൻ്റെ പത്നി ശചീദേവി തൻ്റെ പത്നിയാവണം എന്ന് തോന്നി. അതോടെ അദ്ദേഹം പെരുമ്പാമ്പായിട്ട് അധപ്പതിച്ചു. ആ ധർമ്മപുത്രരായിട്ടുള്ള ചോദ്യോത്തരത്തിൽ നിന്ന് അതിൻ്റെ ശേഷമേ ശാപമോക്ഷം കിട്ടിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഏതായാലും യാഗമൊക്കെ ചെയ്യിച്ച് മഹർഷിമാർ ദേവേന്ദ്രനെ സ്വർഗത്തിലിരുത്തി മഹാരാജാവേ എന്ന് പരീക്ഷിത്ത് മഹാരാജാവ് പറഞ്ഞപ്പോൾ, പരീക്ഷിത്ത് മഹാരാജാവിനോട് ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് പറഞ്ഞു, ദേവേന്ദ്രന് എങ്ങനെയാ സ്വർഗം കിട്ടിയത്? അതൊന്നും എനിക്ക് കേൾക്കണ്ട. ഈ ഒരു ഭക്തി എങ്ങനെ സമ്പാദിക്കാൻ സാധിക്കും? എങ്ങനെയാ ഭക്തി സമ്പാദിക്കുക? അതോ നാമം ജപിക്കുക മാത്രമേ വേണ്ടൂ.
അപ്പോഴാണ് ഭക്തി സമ്പാദിക്കുക. പൂന്താനം നമ്മളോട് പറഞ്ഞില്ലേ, ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. രാജാമിളമോക്ഷത്തിൽ കൂടി നാമമാഹാത്മ്യം പറഞ്ഞ് നമ്മളെ കൊണ്ട് എപ്പോഴും നാമം ജപിപ്പിക്കണതായിട്ടുള്ള ഭഗവത് കഥകൾ ധാരാളം കേട്ട് വേണ്ട പോലെ ഭഗവാനെ സേവിക്കാറാവണേ എല്ലാവർക്കും എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.